Good morning, everyone. Welcome to Absolute IAS. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യോജന കുരുക്ഷേത്ര മാഗസീൻസ് ആണ്. യോജന ഒക്ടോബർ മാസത്തിലെയും കുരുക്ഷേത്ര സെപ്റ്റംബർ മാസത്തിലെയും 5 ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 ടോപ്പിക്സ് കുരുക്ഷേത്രയിൽ നിന്നും ബാക്കി 3 ടോപ്പിക്സ് അവസാനത്തെ 3 ടോപ്പിക്സ് യോജനയിൽ നിന്നുമാണ്. ആദ്യത്തെ ടോപ്പിക്ക് നോക്കിയാൽ റീഡിഫൈനിങ് സയൻസ് കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തെ ഡ്രോൺ പോളിസി, മൂന്നാമത്തെ ന്യൂട്രീഷൻ ആൻഡ് വാക്സിനേഷൻസ്, നാലാമത്തെ എഫക്റ്റീവ് മാർക്കറ്റിംഗ് ത്രൂ റൂറൽ കളക്റ്റീവ്സ് ആൻഡ് റൂറൽ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, അഞ്ചാമത്തെ പഞ്ചായത്ത് രാജ് പ്രസന്റ് സ്റ്റാറ്റസ് ആൻഡ് ഫർദർ പ്രോസ്പെക്ട്സ്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ടോപ്പിലേക്ക് പോവാം. റീഡിഫൈനിങ് സയൻസ് കമ്മ്യൂണിക്കേഷൻ. സയൻസ് കമ്മ്യൂണിക്കേഷൻ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്താ, സയൻസ് എന്താ, COVID-19 സമയത്ത് എങ്ങനെ ഉപകാരപ്പെട്ടു, ഈ കാര്യങ്ങളൊക്കെ നോക്കണം. COVID-19 ഭാഗമായി അല്ലെങ്കിൽ ആ പശ്ചാത്തലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് സയൻസ് കമ്മ്യൂണിക്കേഷൻസ് തന്നെയാണ്. നമ്മളെല്ലാവരും വീട്ടിൽ ക്വാറന്റൈൻ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ട സയന്റിഫിക് പരമായ കമ്മ്യൂണിക്കേഷൻ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സഞ്ജീവിനി, നമ്മൾ ടെലിമെഡിസിൻ ഡോക്ടർ ടു ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടർ ടു പേഷ്യൻ്റ് ആയിട്ടുള്ള ടെലിമെഡിസിൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്നു. അതുപോലെയുള്ള പല ടെക്നോളജിയാണ് നമ്മൾ ഈ സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽ എടുത്ത് നോക്കിയാൽ, ടു കീപ്പ് അപ്പ് വിത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ത്രൂ എ ടു-വേ കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിറ്റ്വീൻ ദി സൊസൈറ്റി ആൻഡ് ദി സയന്റിഫിക് കമ്മ്യൂണിറ്റി. അതായത് ഒരറ്റത്ത് സയന്റിസ്റ്റുകളും മറ്റേ അറ്റത്ത് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളും. അങ്ങനെയാകുമ്പം ഒരു സയന്റിഫിക് കമ്മ്യൂണിക്കേഷൻ തന്നെ വരും. അവരതിനെക്കുറിച്ച് ഇപ്പം കോവിഡ് വാക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു, അവർ പഠിച്ച് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അല്ലെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കണം, എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ സാനിറ്റൈസേഷൻ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ അതായത് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് സയൻസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊരു ടു-വേ കമ്മ്യൂണിക്കേഷൻ ആണ്, പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇത് വരുന്നത് നമ്മുടെ GS2, നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ GS2 വരുന്നു, ഗവൺമെന്റ് പോളിസീസിന്റെ കീഴിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ GS3 സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ്സ്. ഇതാണ് സിലബസിൽ, നമ്മുടെ UPSC സിലബസിൽ ഈ കാര്യങ്ങളാണ് വരുന്നത്. ഇനി സയൻസ് എന്താണെന്ന് നമ്മൾ നോക്കണം. ആദ്യമേ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ഈ ബാച്ചിലിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാരെല്ലാം ഒന്നെങ്കിൽ +2 സയൻസ് എടുത്തവരോ അല്ലെങ്കിൽ സയൻസിനെ കുറിച്ച് അറിഞ്ഞവരോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ സയൻസ് എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റേഷൻ, ജനറലൈസേഷൻ. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒബ്സർവേഷൻ, ഒരു മരത്തിൽ നിന്ന് ആപ്പിൾ താഴേക്ക് വീഴുന്നു, നമ്മളെപ്പോലെ അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ ഒബ്സർവ് ചെയ്യുന്നു. അതിനുശേഷം അത് എക്സ്പെരിമെന്റേഷൻ ചെയ്യുന്നു. അതായത് ആ ആപ്പിളിന് പകരം നമ്മൾ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തു താഴേക്കിടുന്നു. അതിനുശേഷം നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ നിന്ന് താഴേക്കിടുന്നു, അല്ലെങ്കിൽ 2-3 നിലയുടെ മേളിൽ നിന്ന് താഴേക്കിടുന്നു. അപ്പം ഇതിനെയാണ് എക്സ്പെരിമെന്റേഷൻ. എന്താണ് ഒബ്സർവ് ചെയ്ത് അത് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നു. ഇതെല്ലാം ഈക്വൽ ആയിട്ട് വരുമ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്യും. ഇതാണ് ലോ. ഇതിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ന്യൂട്ടന്റെ ലോ വരുന്നത്. അപ്പം സയൻസ് എന്ന് പറയുമ്പോൾ ആദ്യമേ ഒബ്സർവ് ചെയ്യുന്നു, രണ്ടാമത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, മൂന്നാമത്തത് ജനറലൈസ് ചെയ്യുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിരുന്ന ഐഡിയാസ് അല്ലെങ്കിൽ മെത്തേഡ്സ്, അവരുടെ നോളേജുകൾ നോൺ എക്സ്പേർട്ട് ആയിട്ടുള്ള ഓഡിയൻസിന് ആക്സസിബിളും അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് യൂസ്ഫുൾ മാനറായിട്ട് കൈമാറുമ്പോൾ അതിനാണ് സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ട പോലെ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബാക്ടീരിയസിനെ നശിപ്പിക്കേണ്ടത്, വൈറസിനെ നശിപ്പിക്കേണ്ടതെന്ന് സയന്റിസ്റ്റുകൾ പറയുന്നു. അതിനനുസരിച്ച് അത് നമുക്ക്, അതായത് സാധാരണക്കാർക്ക്, നോൺ എക്സ്പെർട്ട് ഓഡിയൻസിന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ് സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പറഞ്ഞിട്ട് നോക്കിയാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ആർട്ടിക്കിൾ 51A ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ പ്രത്യേക സ്പെഷ്യൽ പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട്. ടു ഡെവലപ്പ് ദി സയന്റിഫിക് ടെമ്പർ, ഹ്യൂമാനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ഇൻ ദി പീപ്പിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നിർബന്ധമായിട്ടും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറഞ്ഞേക്കുന്നത്. ഇനി ഈ സയൻസ് കമ്മ്യൂണിക്കേഷന്റെ എവല്യൂഷൻ നോക്കിയാൽ, നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യ തൊട്ട് തന്നെ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ
നമ്മുടെ മാത്സിലാണെങ്കിലും ആസ്ട്രോണമിയിലാണെങ്കിലും മെഡിസിനിലാണെങ്കിലും ഇതിലെല്ലാം നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പ്രീ ഇൻഡിപെൻഡൻസിലേക്ക് വന്നപ്പോൾ ഒരു മന്ത്ലി മാഗസിൻ ഹിന്ദിയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ടായി. വിഗ്യാൻ സയൻസ് എന്നായിരുന്നു ആ മാഗസിൻ്റെ പേര്. ഇപ്പോൾ വിഗ്യാൻ പരീക്ഷാദാണ് ആ മാഗസിൻ പബ്ലിഷ് ചെയ്തത് പ്രീ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നമ്മൾ പുതിയൊരു മോഡേൺ സയന്റിഫിക് ടെമ്പർ ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അത് സയൻസ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞ മാഗസിനിലൂടെയാണ് നമ്മൾ മോഡേൺ ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസിന്റെ സമയം ജനങ്ങളിലേക്ക് സയന്റിഫിക് ടെമ്പർ എത്തിച്ചത്. പിന്നീട് ഇപ്പം നിലവിൽ 2020 ഡ്രാഫ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി ഗവൺമെന്റ് നിലവിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് കറക്റ്റ് ഒരു എവല്യൂഷൻ. ഏൻഷ്യൻ ഇന്ത്യ, പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ്, മോഡേൺ ഇന്ത്യ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. എല്ലാ കാലഘട്ടത്തിലും സയൻസിന്റെയും ടെക്നോളജിയുടെയും ഇമ്പോർട്ടൻ്റ് വളരെ വ്യക്തമായിട്ടാണ് എടുത്തു കാട്ടുന്നത്. എന്തിനാണ് ഈ സയൻസ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സയൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ സയൻസ് നമ്മൾ പഠിക്കേണ്ടത്, അതായത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് പുതിയ പോളിസി ഇവർ ഇത്രയും സയൻസ് കമ്മ്യൂണിക്കേഷൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പോയിന്റ്സ് ആണ് ഇവർ പറഞ്ഞേക്കുന്നത്. അതായത് ജനങ്ങളിൽ ഒരു വിശ്വാസം കൊണ്ടുവരും. സയൻസ് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ആയുർവേദം ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, അല്ലെങ്കിൽ പണ്ടൊക്കെ ചിലവർ ബാബയുടെ അടുത്തും അല്ലെങ്കിൽ സ്വാമികളുടെ അടുത്തും പോയിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു മോഡേൺ ടെക്നോളജി ഡെവലപ്പ് ആയി മോഡേൺ മെഡിസിൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തും നമുക്ക് വരുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ആരോഗ്യമൊക്കെ ചികിത്സിക്കാൻ പറ്റിയ രീതിയിൽ പുതിയ പുതിയ പോളിസീസ്, ചികിത്സിക്കാൻ പറ്റിയ രീതിയിൽ മോഡേൺ ആയിട്ടുണ്ട് നമ്മുടെ ടെക്നോളജീസ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ജനങ്ങൾ അവരുടെ അടുത്തേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം പോപ്പുലേഷൻസിന്റെ ബിലീഫ് ശക്തിപ്പെടുത്തുന്നതാണ് ഗവൺമെന്റ് പ്ലാൻ. ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് സയന്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ സയൻസ് ഇത്തരം നമ്മുടെ പോളിസീസ് ഉണ്ടാക്കുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ ജനറേറ്റിംഗ് സോഷ്യൽ അക്സെപ്റ്റൻസ്. അതായത് സോഷ്യലി ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്താലേ ജനങ്ങൾക്ക് വിശ്വാസം കിട്ടുള്ളൂ. അപ്പൊ ജനങ്ങളിലേക്ക് അത് എത്തിക്കുന്നു. മാത്രമല്ല മോറൽ ട്രസ്റ്റ് അലോങ് വിത്ത് പബ്ലിക്. മോറൽ ട്രസ്റ്റ് ചിലർക്ക് ഓക്കെ ആയിരിക്കാം, പക്ഷെ നമ്മുടെ മോറൽ ആയിട്ടുള്ള ട്രസ്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണം. നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കളക്ടിങ് ഇൻപുട്ട് ഫ്രം സിറ്റിസൺ. അതായത് നമുക്കറിയാം സയന്റിഫിക് ഇല്ലാത്ത പല നമ്മുടെ വീട്ടിലാണ്, നമ്മുടെ അമ്മൂമ്മമാരോടോ അല്ലെങ്കിൽ നമ്മുടെ തലമുറയിലുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് ചെറിയ ചെറിയ ആയുർവേദപരമായിട്ടുള്ള അല്ലെങ്കിൽ ചില മെഡിസിനെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ചില പ്രത്യേക ചില ഏരിയയിൽ ഭയങ്കര ഫേമസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചിരിക്കാം. അപ്പം ഇൻപുട്ട് ഫ്രം ദി സിറ്റീസ് എന്ന് പറയുന്നത് കളക്ടിങ്, ജനങ്ങളിൽ നിന്ന് ഇൻഫർമേഷൻസ് അവർക്ക് സ്വീകരിക്കാനും പറ്റും. അതായത് ഇതൊരു 2-way കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമ്മൾ എപ്പോഴും മനസ്സിലോർത്തിരിക്കണം. സയന്റിസ്റ്റുകൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മൾ സയന്റിസ്റ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ജനറേറ്റിംഗ് പൊളിറ്റിക്കൽ സപ്പോർട്ട്. പൊളിറ്റിക്കൽ സപ്പോർട്ട് ആകുമ്പോൾ ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയും ജനങ്ങൾ സയൻസിനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മോറൽ ട്രസ്റ്റും സോഷ്യൽ അക്സെപ്റ്റൻസും ഒക്കെ വരുമ്പോൾ പൊളിറ്റീഷ്യൻ ഉറപ്പായിട്ടും നമ്മുടെ സയൻസിലേക്ക് തിരിയും. അങ്ങനെ സയൻസിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരിൽ നിന്നുള്ള സപ്പോർട്ട് സയൻസിന് ലഭിക്കും. അങ്ങനെ രാഷ്ട്രീയക്കാരിൽ നിന്നുള്ള സപ്പോർട്ട് സയൻസിന് ലഭിക്കുമ്പോൾ നമ്മുടെ R&Dക്ക് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഫണ്ടുകൾ കൂടും. അതായത് പുതിയ പുതിയ സയന്റിഫിക് പരമായ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ കൂടുതൽ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കിട്ടും. അങ്ങനെ നമുക്ക് വളരെ വെൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള രാജ്യമായി മാറാൻ പറ്റും. പിന്നെയുള്ള ഡിസ്ട്രിബ്യൂട്ടീവ് നോളജ് മേക്ക് യൂസിങ്. ഇത് നേരത്തെ കണ്ട പോലെ പല സ്ഥലത്ത് പല വ്യക്തികൾക്ക് പല നോളജുകളായിരിക്കും, പല ഫീൽഡിലായിരിക്കും അവർ മികച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് നമ്മുടെ സയൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഗവൺമെന്റ് ചെയ്താക്കുന്ന കുറെ പോളിസീസും അതോടൊപ്പം തന്നെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് തന്നെ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം അവർ എല്ലാ കാര്യങ്ങളും സയൻസ് ആൻഡ് ടെക്നോളജി പരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, റിസർച്ച്, ഫീൽഡ് ബേസ്ഡ് പ്രൊജക്ട്സ്, പുതിയ പുതിയ ഇൻഫർമേഷൻ നെറ്റ്വർക്ക്സ്, ഡാറ്റാബേസ്, ഇതെല്ലാത്തിലും ട്രെയിനിങ് കൊടുക്കുന്നു. മാത്രമല്ല 1989 പുതിയൊരു ഓട്ടോമനസ് ആയിട്ടുള്ള ഒരു ബോഡി
വിഗ്യാൻ പ്രസാർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലാണ് വരുന്നത്. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷനിലെയും അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും അക്കാഡമീസിനെയും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് സയൻസ് ആൻഡ് ടെക്നോളജിന് ട്രെയിനിങ് കൊടുക്കുന്നു. മാത്രമല്ല 2020 ഡ്രാഫ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം അത് എല്ലാ ഇന്ത്യൻ ലാംഗ്വേജിലും നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ ഗ്രാമങ്ങളിലും ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത് എല്ലാ ഗ്രാമങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യാനാണ് ആ പോളിസിയുടെ കീഴിൽ വരുന്നത്. പിന്നെ വിഗ്യാൻ പ്രസാർ, നേരത്തെ പറഞ്ഞ പോലെ വിഗ്യാൻ പ്രസാറിന്റെ കീഴിൽ വിഗ്യാൻ ഭാഷ വരുന്നുണ്ട്. വിഗ്യാൻ ഭാഷയിൽ നമ്മുടെ പല ലാംഗ്വേജ്, അതാണ് വിഗ്യാൻ ഭാഷയാണ് പല ലാംഗ്വേജ് ആയിട്ട് തിരിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ സയൻസ് കമ്മ്യൂണിക്കേഷൻ പല ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് വിഗ്യാൻ പ്രസാറിന്റെ കീഴിലുള്ള വിഗ്യാൻ ഭാഷ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ 2020 DD സയൻസും DD ഇന്ത്യയും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടി ലോഞ്ച് ചെയ്തു. മാത്രമല്ല പിന്നീട് വിഗ്യാൻ പ്രസാദ് തന്നെ പുതിയ മന്ത്ലി ന്യൂസ് ലെറ്റേഴ്സ്, മാഗസിൻ, സോഷ്യൽ മീഡിയയുടെ സർവീസസ് നമുക്കൊരു ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പലപ്പോഴും നമ്മൾ കാണാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്തു. പിന്നീട് വേൾഡ് ന്യൂസ് ചാനലുകൾ ഇന്ത്യ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ ഇന്ത്യ എന്തൊക്കെ സയന്റിഫിക് പരമായി കണ്ടുപിടിച്ചു എന്നുള്ളത് ന്യൂസ് ചാനലിൽ കൊടുക്കുമ്പോൾ അതും ലോകത്തിന് മൊത്തം അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഒരു ഇൻഫർമേഷൻ ആയിട്ട് ലഭിക്കും. പിന്നെ ഉള്ളത് നമ്മൾ പ്രിന്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും, അതായത് ബുക്സ്, മാഗസീൻസ് ഇതൊക്കെ ഇറക്കാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞ പോലെ വിഗ്യാൻ പ്രസാറിന്റെ കീഴിൽ തന്നെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അതർ ഇന്ത്യൻ ലാംഗ്വേജസിലും എല്ലാം അവരെ മാഗസീൻസ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള. സോ ഇൻഫർമേഷൻസ് ലഭിക്കാനും അതോടൊപ്പം തന്നെ ട്രാൻസ്പെറൻസി കൂടുതലായിരിക്കും, നമുക്ക് ഡേറ്റാസ് കൂടുതൽ ലഭിക്കും, അങ്ങനെ പബ്ലിക് ട്രസ്റ്റ് കൂടും, അങ്ങനെ പിന്നീട് പൊളിറ്റിക്കൽ ട്രസ്റ്റ് കൂടും, പിന്നെ അങ്ങനെ സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ് ആവും. മാത്രമല്ല അടുത്ത് നോക്കുകയാണെങ്കിൽ ഫിലിം ഫെസ്റ്റിവൽ, സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. സാധാരണ നമുക്കറിയാം ഒരു ഫിലിം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് ഏറ്റവും കൂടുതൽ കാണുന്നത് പിക്ചേഴ്സ് ആണ്. ഈ പിക്ചേഴ്സിലൂടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിലും നാഷണൽ സയൻസ് ഫിലിം ഫെസ്റ്റിവലിലെല്ലാം സയന്റിഫിക് പരമായിട്ടുള്ള ഫിലിംസ് പ്രദർശനം ചെയ്യും, അങ്ങനെ ജനങ്ങൾക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നു. മാത്രമല്ല വിഗ്യാൻ പ്രസാറിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു പോളിസി, അതായത് S ഫോർ സയൻസ്, C ഫോർ കമ്മ്യൂണിക്കേഷൻ, P ഫോർ പോപ്പുലറൈസേഷൻ ആൻഡ് E ഫോർ എക്സ്റ്റൻഷൻ, അതും വിഗ്യാൻ പ്രസാദ് ഇറക്കുന്നു. പ്രത്യേക ഒരു പോളിസിയാണ്. പിന്നെ റേഡിയോയിലൂടെ 2008 റേഡിയോയിലൂടെ വിഗ്യാൻ പ്രസാദ് സയൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. 19 ഇന്ത്യൻ ലാംഗ്വേജിൽ നമ്മുടെ 19 ഇന്ത്യൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേഷൻസ് സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് പറയുന്നു. 19 ഇന്ത്യൻ ലാംഗ്വേജും 117 ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷനും അക്രോസ് ഇന്ത്യ. അതായത് ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ആണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയും അതിനുവേണ്ടി തന്നെയാണ് പല ഭാഷകളിലേക്ക് തിരിക്കുകയും അങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും എത്താൻ വേണ്ടി റേഡിയോ, TV, മാഗസിൻ അങ്ങനെ എല്ലായിടത്തും കൊടുക്കുകയും ചെയ്യുന്നത്. പിന്നെയുള്ള നെറ്റ്വർക്ക് ക്ലബ്സ് ഉണ്ടാക്കുന്നു, അതായത് സ്കൂളുകളിലാണെങ്കിലും പ്രത്യേക ക്ലബുകൾ ഉണ്ടാക്കുന്നു, സയൻസ് റിലേറ്റഡ് ക്ലബ് ഉണ്ടാക്കുന്നു. അവരുടെ ഇൻട്രസ്റ്റ് കൂട്ടാനും അവരെ കൊണ്ട് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാനും എല്ലാം ക്ലബുകൾ രൂപീകരിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അടുത്ത റിസർച്ചുകൾ, അതായത് വിഗ്യാൻ പ്രസാറിന്റെ കീഴിൽ ഔസർ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഔസർ എന്ന് പറയുമ്പം ആർഗ്യുമെന്റിങ് റൈറ്റിംഗ് സ്കിൽ ഫോർ ആർട്ടിക്കുലേറ്റിംഗ് റിസർച്ച്. അപ്പം പുതിയ റിസർച്ചേഴ്സിന്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റിസർച്ചേഴ്സിന് അവർക്ക് നമ്മുടെ ആർട്ടിക്കിൾസ് എഴുതാനും അത് പ്രസിദ്ധീകരിക്കാനും എല്ലാം റിസർച്ചിന്റെ കീഴിൽ വിഗ്യാൻ പ്രസാദ് റിസർച്ചിന്റെ കീഴിൽ അവസരം കൊടുക്കുന്നു. പിന്നെ വിദ്യാർത്ഥി വിഗ്യാൻ മന്ദാൻ എന്ന് പറയുമ്പോൾ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസിനെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് പഠിപ്പിക്കാനും അവർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു ഇൻട്രസ്റ്റ് വളർത്തിയെടുക്കാനുള്ള ഒരു പ്രൊജക്റ്റാണ്. ഈ കാര്യങ്ങളാണ് സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം മൊത്തത്തിൽ പറയുമ്പം സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം 2-way കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ട് എൻഡ് യൂസേഴ്സിൽ, അതായത് രണ്ടറ്റത്തും, ഒരറ്റത്ത് സയന്റിസ്റ്റുകളായിരിക്കാം, മറ്ററ്റത്ത് നമ്മളെ പോലെ സാധാരണക്കാരായിരിക്കാം. നമുക്ക് വേണ്ടി ഒത്തിരി പോളിസീസ് പുതിയത് ഉണ്ടാക്കുന്നു. സയൻസ് കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ഈ പുതിയ പോളിസീസ് നോക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ട്രസ്റ്റ് കൂട്ടാനും പബ്ലിക് സപ്പോർട്ട് കൂട്ടാനും പൊളിറ്റിക്കൽ സപ്പോർട്ട് കൂട്ടാനും ഫണ്ട് കൂട്ടാനും പുതിയ കുട്ടികളെ അല്ലെങ്കിൽ പുതിയ ജനറേഷൻസിന്റെ
നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ കൂടുതൽ സയന്റിഫിക് ടെമ്പറുമായിട്ട് വളർത്തിയെടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഇപ്പം സയൻസ് ആൻഡ് പോളിസിയിലൂടെ നോക്കുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റ് പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിജ്ഞാൻ ഭാഷ, വിജ്ഞാൻ പ്രസാർ, ന്യൂസ് ലെറ്റേഴ്സ്, റിട്ടേൺ DD സയൻസ്, DD ഇന്ത്യ, റേഡിയോസ്, ഇന്ത്യൻ ഡിഫറെൻറ്റ് ലാംഗ്വേജ്, ഫിലിം ഫെസ്റ്റുകൾ, പിന്നെ സ്കൂളുകൾക്കും സ്കൂൾ റിസർച്ചും നെറ്റ്വർക്ക് ലൈഫ്സും വിജ്ഞാൻ വിദ്യാർത്ഥി മന്ദിരം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ജനറേഷന് വേണ്ടിയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അടുത്തത് ക്വസ്റ്റ്യൻ ആണ്. Which of the following statement best describe the term science communication? Option A, science communication is a process of putting across scientific information at the international level only by various intergovernmental scientific institutions and organizations to promote innovation. Science communication is a one-way communication channel in which the government motivates the youth to take up science course at the university level. Science communication include a set of practice that promotes scientific ideas, methods, knowledge, and research to non-expert audience in an accessible, understandable, or useful manner. Science communication is an interactive platform for pooling in all scientific achievements and advancements across the world for utilizing it in research and development. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. Science communication is a process of putting across scientific information at international level only. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് UPSC കൂടുതൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പോൾ അത് കറക്റ്റ് ആവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം ഇന്റർനാഷണൽ ലെവലിലും മാത്രമല്ല ഡൊമസ്റ്റിക് ലെവലിലും ഉണ്ട്. അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഈസ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 വേ ആണ് എൻഡ് യൂസേഴ്സും. അതുപോലെ തന്നെ എൻഡ് യൂസേഴ്സ് രണ്ടെണ്ണം ഉണ്ട്, നമ്മുടെ സയന്റിഫിക് അല്ലെങ്കിൽ സയന്റിസ്റ്റുകളും അതോടൊപ്പം തന്നെ നമ്മുടെ നോൺ എക്സ്പെർട്ട് ആയിട്ടുള്ള യൂസേഴ്സും. അടുത്ത് നോക്കുകയാണെങ്കിൽ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഇന്ററാക്റ്റീവ് പ്ലാറ്റ്ഫോം ഫോർ പൂളിംഗ് ഇൻ ഓൾ സയന്റിഫിക് അച്ചീവ്മെന്റ്സ് ആൻഡ് അഡ്വാൻസ്മെന്റ് അക്രോസ് ദി വേൾഡ് ഫോർ യൂട്ടിലൈസിങ് ഇറ്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അക്രോസ് ദി വേൾഡ് അല്ല, നമ്മൾ പറഞ്ഞു സയൻസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെയാണ്, എങ്കിൽ അക്രോസ് ദി വേൾഡ് അല്ല. ശരി, ഉത്തരം സി ആണ്. അതായത് സയൻസ് കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് എ സെറ്റ് ഓഫ് പ്രാക്ടീസ് ദാറ്റ് പ്രൊമോട്ട് സയന്റിഫിക് ഐഡിയാസ്, methods, knowledge, and research to non-expert audience in an accessible, understandable, and useful manner. Okay. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ആൻസർ സി ആണ് വരുന്നത്. അടുത്ത ഡ്രോൺ പോളിസിയാണ്. നമ്മുടെ ഡ്രോൺ പോളിസി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ന്യൂസിൽ വരാൻ കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതിയ ഡ്രോൺ പോളിസി, ലിബറൽ പോളിസി എന്ന് വേണമെങ്കിൽ പറയാം, ലിബറൽ ഡ്രോൺ പോളിസി നമ്മുടെ സയന്റിഫിക് സ്പിരിറ്റും ഇന്നോവേഷൻസും കൂട്ടാൻ വേണ്ടി നിലവിൽ കൊണ്ടുവന്നു. ഇത് വരുന്നതും GS2 GS3 കീഴിലാണ്. GS2 ഗവൺമെന്റ് പോളിസിയുടെ കീഴിലും GS3 സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലുമാണ്. ഇനി ഡ്രോൺസിനെ കുറിച്ച് എന്താ നമ്മൾ നോക്കാം. ഡ്രോൺ എന്ന് പറഞ്ഞാൽ അൺപൈലറ്റഡ് എയർക്രാഫ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ ഇന്ന് വേറൊരു രീതിയിൽ വിളിക്കുമ്പോൾ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്. അതായത് പൈലറ്റ് ഇല്ലാതെ ഓടുന്നതിനെയാണ് ഈ ഡ്രോൺസ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പല പല ടാസ്കുകൾ ഇത് ചെയ്യും. അതായത് മിലിറ്ററി ഓപ്പറേഷൻ തൊട്ട് പാക്കേജ് ഡെലിവറി വരെ. നമ്മളെല്ലാവരും കല്യാണങ്ങൾക്ക് കാണുന്നതാണ് ഡ്രോൺ വെച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇടയ്ക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ നമ്മുടെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും എല്ലാം ഡ്രോൺ വെച്ച് തന്നെ വാക്സിൻ ഡെലിവറി ചെയ്യാൻ നോക്കി. അപ്പോൾ ഡ്രോണിന്റെ സൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡ്രോൺ എന്ന് പറയുമ്പോൾ ഒരു എയർക്രാഫ്റ്റിന്റെ അത്ര വലുതും ആവാം, അതോടൊപ്പം തന്നെ നമ്മുടെ കൈപ്പത്തിയുടെ അത്ര ചെറുതും ആവാം. ഇനി ഇന്ത്യൻ സിനാറിലേക്ക് വരുമ്പം ഇന്ത്യ 1990s തൊട്ട് ഡ്രോൺ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മിലിറ്ററി പർപ്പസിന് വേണ്ടി മാത്രമായിരുന്നു അന്ന് നമ്മൾ ഫസ്റ്റ് ഇവിടെ ഡ്രോൺ യൂസ് ചെയ്തത് 1990s. അതും ഇന്ത്യയിൽ ഇൻഡിജിനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തതല്ല, പകരം ഇസ്രായേലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്ന ഡ്രോൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടിയിരുന്നത് കോമ്പാക്റ്റിനും. അതായത് മിലിറ്ററി പർപ്പസിന് ഇസ്രായേലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഡ്രോൺസ് ആണ്. പിന്നെ അതിനുശേഷം DRDO ഇൻഡിജിനിയസ് ആയിട്ടുള്ള നമ്മുടെ ഡ്രോൺ ഉണ്ടാക്കുകയും നമ്മുടെ ഇന്ത്യൻ ആർംഡ് ഫോഴ്സിന്റെ എല്ലാം 3 വിങ്സിലും അത് കൊടുക്കുകയും ചെയ്തു. അതാണ് ഇന്ത്യൻ സിനാറിയോ. ഇനി 2021 പുതിയ ഡ്രോൺ റൂൾസ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യമായിട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ട്രസ്റ്റ്, സെൽഫ് സർട്ടിഫിക്കേഷൻ ആൻഡ് നോൺ ഇൻട്രൂസീവ് മോണിറ്ററിങ്. 3 കാര്യങ്ങൾ: ട്രസ്റ്റ്, സെൽഫ് സർട്ടിഫിക്കേഷൻ, അതായത് വിശ്വാസത്തിലും, അതായത് ഒരു കമ്പനി വരുന്നു,
ആ കമ്പനിക്ക് അതിന് തന്നെ വിശ്വാസം വേണം, ഇത് പണ്ട് ഗവൺമെന്റ് നിന്ന് വിറ്റ് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു കമ്പനീസും വന്ന് ബിസിനസ് തുടങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ്, സെൽഫ് സർട്ടിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ നോൺ ഇൻട്രൂസീവ് മോണിറ്ററിങ്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള പകുതി കമ്പനികളും ഭയപ്പെടുന്നത് ഗവൺമെന്റിന്റെ പോളിസീസ് ആണ്. അതായത് ഗവൺമെന്റിന്റെ കൈയെടുത്തലാണ്. ഒരു പരിധിയിൽ കൂടുതൽ കൈയെടുത്തൽ വരുമ്പോൾ ആ കമ്പനിക്ക് നഷ്ടത്തിലാവുകയും പിന്നെ കമ്പനി പൂട്ടുകയും അല്ലെങ്കിൽ കമ്പനിയുടെ രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നോൺ ഇൻട്രൂസീവ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റിന്റെ പിടി കുറച്ച് ലൂസാക്കുന്നു. ഗവൺമെന്റ് അവരുടെ കമ്പനിയുടെ മാറ്ററിൽ ഇടപെടാത്ത ഒരു പോളിസിയാണ് 2021 പുതിയ ഡ്രോൺ പോളിസിയിൽ വരുന്നത്. അതിന്റെ വിഷൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഈ മാറുന്ന ലോകത്ത് നിമിഷ നേരം കൊണ്ട് സയന്റിഫിക് ടെമ്പർ ലോകം വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു ലോകത്ത് നമ്മുടെ ഗ്രോത്തും അതോടൊപ്പം തന്നെ നമ്മുടെ സെക്യൂരിറ്റിയും തമ്മിൽ ബാലൻസ്ഡ് ആയിരിക്കണം. ഗ്രോത്ത് വേണമെങ്കിൽ, അല്ലെങ്കിൽ സയന്റിഫിക് അല്ലെങ്കിൽ സൂപ്പർ നോർമൽ ഗ്രോത്ത് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഗ്രോത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കമ്പനീസ് വേണം, ഇവിടെ പുതിയ പുതിയ ഡെവലപ്മെന്റ് വേണം. അതേസമയം തന്നെ നമ്മുടെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും നമുക്ക് വിടാനും അതായത് കളയാനും പറ്റില്ല. അപ്പൊ ഇത് രണ്ടും ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, ഒരു ഗ്രേറ്റർ സിവിലിയൻ യൂസസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് റീക്രിയേഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇപ്പം ഫോട്ടോസ് എടുക്കാനാണെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഇപ്പോൾ ഗ്രേറ്റർ യൂസ്. നേരത്തെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ 2021 പുതിയ ഡ്രോൺ റൂൾ അനുസരിച്ച് സിവിലിയൻ യൂസേഴ്സ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പുതിയ റൂളിൽ ഡ്രോൺസിനെ 5 കാറ്റഗറി ചെയ്യുകയാണ്. 5 കാറ്റഗറീസ് ആയിട്ട് മാറ്റുന്നു. മിനി ഡ്രോൺ തൊട്ട് ലാർജ് ഡ്രോൺ വരെ വെയിറ്റിനനുസരിച്ചും നമ്മൾ 5 കാറ്റഗറി ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണ്ട എന്നൊരു പ്രത്യേക എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം നമ്മൾ ഇത്ര നാളും ചെയ്യുമ്പോൾ അതിന് സെക്യൂരിറ്റി പുറത്തുനിന്ന് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്ന സാധനത്തിന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്നതിന് ലൈസൻസും സെക്യൂരിറ്റി ക്ലിയറൻസും ഒക്കെ വേണമായിരുന്നു. അതെല്ലാം എടുത്തു മാറ്റി. അടുത്ത എയർവർത്തിനെസ്. എല്ലാ ഡ്രോണും ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഡ്രോൺസിനും ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് എയർവർത്തിനെസ് വേണമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് കുറെ ഡ്രോൺസിനെ എല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. അതായത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ഇനി ആ ഡ്രോൺസിനൊന്നും വേണ്ട. ഏതൊക്കെ ഡ്രോൺസ് വേണ്ട എന്ന് പറഞ്ഞാൽ, പ്രോട്ടോടൈപ്പ് ഡ്രോൺസ്, R&Dക്ക് യൂസ് ചെയ്യുന്ന ഡ്രോൺസ്. ഒന്നാമത്തെ കാര്യം R&Dക്ക് യൂസ് ചെയ്യുന്ന ഡ്രോൺസ്, അതിന് സർട്ടിഫിക്കറ്റ് വേണ്ട. രണ്ടാമത്തെ കാര്യം നാനോ ഡ്രോൺസിന് സർട്ടിഫിക്കറ്റ് വേണ്ട. പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഫ്ലൈയിങ് റേഡിയസ്. അതായത് ഇത്ര നാളും എയർപോർട്ടിൽ നിന്ന് 45 കിലോമീറ്റർ, അതായത് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അകത്തേക്ക്. എയർപോർട്ടിൽ നിന്ന് 45 കിലോമീറ്റർ അകത്തേക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ അത് കുറച്ച് 12 കിലോമീറ്റർ ആക്കി. എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രമാണ്, ബാക്കി അങ്ങോട്ടുള്ളതെല്ലാം നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 13 കിലോമീറ്റർ കുറച്ചു. ക്ലിയർ ആണല്ലോ? ഇനി ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ നോക്കാം. കുറച്ച് റിപ്പോർട്ടുകളാണ് ഇന്ത്യത്ത് പറഞ്ഞേക്കുന്നത്. നമ്മുടെ കുരുക്ഷേത്രത്തിലുണ്ടായിരുന്ന റിപ്പോർട്ടുകളാണ്. ഇന്ത്യൻ ഡ്രോൺ മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ നോക്കിയാൽ, ഇന്ത്യൻ ഡ്രോൺ മാർക്കറ്റ് ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള മാർക്കറ്റ് ഇന്ത്യയാണ്. PwC, അതായത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ റിപ്പോർട്ട്, 2020 റിപ്പോർട്ട് നോക്കിയാൽ, market size of drones in India is around $885 million and is expected to reach $1810 million by 2026. അപ്പോൾ ഒരു ജസ്റ്റ് ആ റിപ്പോർട്ട് നമ്മൾ കാണാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻസിന് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ പ്രത്യേകം നോക്കേണ്ട SIPRI, അതായത് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ ഈസ് ദി 3rd ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഓഫ് മിലിറ്ററി ഗ്രേഡ് ഡ്രോൺസ്. അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ആണ് ഇന്ത്യത്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ DRDOയുടെ ജസ്റ്റ് 1 ഇയർലി അല്ലെങ്കിൽ 2 ഇയർലി നോക്കുമ്പോൾ നമ്മൾ DRDO ചെയ്താക്കുന്നത് 185 സ്റ്റാർട്ടപ്സ് ആർ എൻഗേജ് ഇൻ ഡെവലപ്പിംഗ് ഡ്രോൺ ഫോർ വേരിയസ് പർപ്പസ്. DRDO തന്നെ പല 185 സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കമ്പനീസ്, സ്റ്റാർട്ടപ്സ് നമ്മുടെ ഇന്ത്യയിൽ ഡ്രോൺസ് മാനുഫാക്ചർ ചെയ്യാനും ഡ്രോൺസിന് ട്രെയിനിങ് കൊടുക്കാനും എല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ,
അടുത്തത് ഇന്ത്യയുടെ ഇന്നോവേഷൻ പൊട്ടൻഷ്യൽ നമ്മൾ നോക്കിയാൽ ആദ്യത്തെ കാര്യം ഡൈവേഴ്സിറ്റിയാണ്. ഇന്ത്യയിലെ അർത്ഥം ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു രാജ്യം വേറെ എവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്രോണിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ വളരെ അധികമാണ്. ഇപ്പം പല രീതിയിലുള്ള ജോഗ്രഫിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ കൾച്ചറൽ കണ്ടീഷനായിട്ടുള്ള എല്ലാവരും കൂടി ഒന്നിച്ചു വരികയും അങ്ങനെ പുതിയൊരു ഇന്നോവേഷന് വേണ്ടി ഇത് സഹായിക്കും. പിന്നെ ഇന്റർനെറ്റ് പെൻട്രേഷൻസ് പലയിടത്തും ഇന്ത്യയുടെ ലോക്കൽ കണ്ടീഷൻ നമുക്കറിയാം. റൂറൽ ഏരിയസിൽ പലയിടത്തും ഡിജിറ്റൽ ഡിവൈഡുകളും മറ്റും നിലവിൽ നിൽക്കുന്ന സമയത്ത് ഡ്രോൺ മുഖേന തന്നെ നമുക്ക് ഇന്റർനെറ്റ് പെൻട്രേഷൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈസ് ഓഫ് ഡ്രോൺ റെഗുലേഷൻ, പുതിയ റെഗുലേഷൻ കാരണം പുതിയ പുതിയ സെഗ്മെന്റ്സും ഡൊമസ്റ്റിക് മാനുഫാക്ചേഴ്സും എല്ലാം പുതിയ ബിസിനസ്സിലേക്ക് പോവുകയും അത് ഡ്രോൺ മാനുഫാക്ചറിംഗിലേക്ക് തിരിയും. അങ്ങനെ എക്കണോമി നമ്മുടെ കൂടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ബെസ്റ്റ് FDI ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇന്ത്യ മാറാൻ സാധിക്കും. ഇതെല്ലാം ഇന്ത്യയുടെ ഇനിയുള്ള പൊട്ടൻഷ്യൽസ്. ഈ ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും നമ്മൾ ഡ്രോൺ യൂസ് ചെയ്യുമ്പം സെക്യൂരിറ്റി, നമ്മുടെ ഇപ്പോൾ പോലീസോ മറ്റുള്ളവരോ ഡ്രോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ഒരു പ്രൈവസിയുടെ എല്ലാ കാര്യത്തിലും ഡ്രോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈവസിയിലേക്ക് കടന്നുകയറ്റമാണ്. വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 21 കീഴിൽ വരും, റൈറ്റ് ടു പ്രൈവസി. അപ്പം ഇതൊരു പ്രശ്നമായിട്ടാണ് ഇതാണ് നിലവിലെ ചെറിയൊരു ചലഞ്ചസ് ആയിട്ട് മുമ്പിൽ നിൽക്കുന്നത്. അതായത് നമ്മുടെ ദി വയലേഷൻ ഓഫ് ദി പ്രൈവസി. അപ്പം അത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് യൂസ് ചെയ്യുമ്പോൾ അവിടെ വളരെ പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ചലഞ്ചസ്. ഇനി അടുത്ത ജസ്റ്റ് MCQ നോക്കാം. Consider the following statement with reference to new drone policy 2021. The new policy classifies drone under 6 different categories ranging from mini drones to large drones. The new policy promote greater civilian usage of drones. All type of drones must qualify for certificate of airworthiness before being operated. Which of the above statements are correct? Option A, B, C, D. ഇതിൽ നമ്മൾ നോക്കിയാൽ ആദ്യമേ all options are correct ആണ് ചോദിക്കുന്നത്. The new policy classifies drone under 6 different categories ranging from mini drones to large drones. ഇതെല്ലാം കറക്റ്റ് ആണ്, പക്ഷേ 6 അല്ല 5 കാറ്റഗറിയിലേക്കാണ്. അതുകൊണ്ട് തെറ്റാണ്. നമുക്കറിയാം ദി ന്യൂ പോളിസി പ്രൊമോട്ട് ഗ്രേറ്റർ സിവിലിയൻ യൂസേജ് ഓഫ് ഡ്രോൺ. കറക്റ്റ് ആണ്, നമ്മളെല്ലാം നേരത്തെ കണ്ടതാണ്. അടുത്തത് ഓൾ ടൈപ്പ് ഓഫ് ഡ്രോൺ മസ്റ്റ് ക്വാളിഫൈ ഫോർ സർട്ടിഫിക്കറ്റ് ഓഫ് എയർവർത്തിനെസ് ബിഫോർ ബീങ് ഓപ്പറേറ്റഡ്. നമ്മൾ നേരത്തെ കണ്ടു എല്ലാ ഡ്രോൺസും അല്ല, ചില ഡ്രോൺസ് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനും അല്ലെങ്കിൽ നാനോ ഡ്രോൺസ്. മാത്രമല്ല ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഓൾ എന്ന് പറഞ്ഞൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ അല്ലെങ്കിൽ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് വരുമ്പം അത് തെറ്റാവാനാണ് കൂടുതലും ചാൻസ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇത് കുരുക്ഷേത്രത്തിൽ നിന്നുള്ള ടോപ്പിക്കാണ്, യോജനയിൽ നിന്നുള്ള ടോപ്പിക്കാണ്. ന്യൂട്രീഷൻ ആൻഡ് വാക്സിനേഷൻ. അപ്പം ഇന്ന് നമുക്കറിയാം കോവിഡ് പശ്ചാത്തലത്തിൽ ഇന്ത്യ വളരെ പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായി. അപ്പം ഇന്ത്യ ഇന്നിപ്പോൾ ഒരു ട്വിൻ ബർഡൻ ആണ് ഫേസ് ചെയ്യുന്നത്. അതായത് ഒരു സൈഡിൽ മാൽ ന്യൂട്രീഷൻ, അണ്ടർ ന്യൂട്രീഷൻ, ഒബിസിറ്റി, ഇങ്ങനൊരു സംഭവം ചെയ്യുന്നു. ഇതേ ഒരു അവസ്ഥയിൽ തന്നെ ജനങ്ങളുടെ ഈ ഒരു അവസ്ഥ കാരണം തന്നെ ജനങ്ങളുടെ ആരോഗ്യത്തെയും ജനങ്ങളുടെ സന്തോഷത്തെയും ബാധിച്ചായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും പല കാര്യങ്ങളിലൂടെ, പല പോളിസിയിലൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു ലേഖനം അല്ലെങ്കിൽ ചെറിയൊരു ആർട്ടിക്കിൾസ് ആണ് നമ്മൾ യോജനയിൽ കൊടുത്തേക്കുന്നത്. ഇത് സിലബസ് വരുമ്പോൾ GS2ലും GS3ലും വരുന്നുണ്ട്. GS2 ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്നു. GS3 നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയുടെ കീഴിൽ വരും. ഓക്കെ, ഇതിപ്പോൾ 2020 നമ്മുടെ യോജനയെ കുറിച്ച് കൊടുത്തേക്കുന്നത്. ഇപ്പം നിലവിൽ അടുത്തതും കൂടെ വന്നിട്ടുണ്ട്, 2021 വന്നിട്ടുണ്ട്. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2020 നമ്മുടെ അണ്ടർ ന്യൂറിഷ്മെന്റ്, ചൈൽഡ് സ്റ്റണ്ണിങ്, വേസ്റ്റിംഗ്, ചൈൽഡ് മോർട്ടാലിറ്റി ഇതെല്ലാം ഇന്ത്യനെ 94th പൊസിഷനിലേക്കാണ് കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ 2021 നോക്കുകയാണെങ്കിൽ 104 പൊസിഷനിലേക്കാണ് വന്നേക്കുന്നത്. നമ്മൾ വേറെ റിപ്പോർട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ട് അനുസരിച്ച്
ഇന്ത്യ ഹാസ് ഓൾമോസ്റ്റ് 1/3, അതായത് 31% ലോകത്തിലെ സ്റ്റണ്ണഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. മാത്രമല്ല നാഷണൽ ഫുഡ് ഹെൽത്ത് സർവേയിൽ 2015-16 പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അണ്ടർ വെയ്റ്റ്, സ്റ്റണ്ടഡ് ആൻഡ് വേസ്റ്റഡ് ചിൽഡ്രൻ അണ്ടർ 5 വേർ 35.7%, 38.4%, 21%. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ ഇടയ്ക്കാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2021 വന്നത്. പക്ഷെ അതിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പല ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. അതായത് കൃത്രിമമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ഡേറ്റാസ് ഒന്നും എടുത്തില്ല. എങ്കിലും ഇത് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിന്റെ മാത്രം റിപ്പോർട്ടല്ല. പല നേരത്തെ ഉണ്ടായ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലും ഗ്ലോബൽ ന്യൂട്രീഷൻ റിപ്പോർട്ടിലും ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിലും എല്ലാത്തിലും കറക്റ്റ് ആയിട്ട് അണ്ടർ വെയ്റ്റ്, സ്റ്റണ്ണഡ്, വേസ്റ്റ് ചിൽഡ്രനെ കുറിച്ച് വ്യക്തമായിട്ട് ശതമാനം വെച്ച് തന്നെ ഇന്ത്യ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നു. ഇനി എന്താണ് അണ്ടർ ന്യൂട്രീഷ്മെന്റ്, എന്താണ് സ്റ്റണ്ണിങ്, എന്താണ് വേസ്റ്റിംഗ്, ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിന്റെ കീഴിൽ നോക്കണം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിന്റെ കീഴിൽ 4 പാരാമീറ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അണ്ടർ ന്യൂട്രീഷ്മെന്റ് ഒന്നാമത്തെ കാര്യം, പിന്നെ വേസ്റ്റിംഗ്, സ്റ്റണ്ണിങ്, പിന്നെ ചൈൽഡ് മോർട്ടാലിറ്റി. ഈ 4 കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ അണ്ടർ ന്യൂട്രീഷ്മെന്റ് എന്ന് പറയുമ്പോൾ അത് വരാൻ കാരണമാണ് ഇൻഅഡ്വക്കേറ്റ് ഫുഡ് സപ്ലൈ ഉള്ളതുകൊണ്ടാണ് അണ്ടർ ന്യൂട്രീഷ്മെന്റ് വരുന്നത്. അതായത് ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടാത്തത് മൂലമാണ് അണ്ടർ ന്യൂട്രീഷ്മെന്റ് വരുന്നത്. അടുത്തത് ചൈൽഡ് മോർട്ടാലിറ്റി. ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ അണ്ടർ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണം, അതിനാണ് ചൈൽഡ് മോർട്ടാലിറ്റി നമ്മൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ എടുക്കുന്നത്. ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ. അപ്പോൾ ഈ 2 കാര്യങ്ങളെ, ഒന്ന് അണ്ടർ ന്യൂട്രീഷ്മെന്റും ഒന്ന് ചൈൽഡ് മോർട്ടാലിറ്റി. പിന്നുള്ള വേസ്റ്റിങ്ങും സ്റ്റണ്ടിങ്ങും. വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ലായ്മ. സ്റ്റണ്ടിങ് എന്ന് പറയുമ്പോൾ ഹൈറ്റിനനുസരിച്ചുള്ള ഏജ് ഇല്ലായ്മ. അപ്പം ഹൈറ്റിനനുസരിച്ചുള്ള ഏജ് ഇല്ലാത്തത് സ്റ്റണ്ടിങ്ങും, ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ലാത്തത് വേസ്റ്റിങ്ങുമാണ്. ഈ 4 പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ അവർ നോക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ 1/3, 1/3, 1/3 വെച്ചാണ് ഓരോരുത്തരും വെയിറ്റേജ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ചൈൽഡ് അണ്ടർ ന്യൂട്രീഷൻ ചൈൽഡ് അണ്ടർ ന്യൂട്രീഷൻ അതിൽ തന്നെ 2 തിരിച്ചുണ്ട്, വേസ്റ്റിംഗ്, സ്റ്റണ്ണിങ്. ഓക്കെ, കുറച്ചും കൂടി നന്നായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈക്കിൾ നോക്കിയാൽ മതി. അതായത് കുട്ടികളുടെ എനർജി ഇൻക്രീസ് ചെയ്യുമ്പോൾ കുട്ടികൾ അതിനനുസരിച്ചുള്ള ഫുഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനർജി കിട്ടുന്നില്ല. അപ്പം അങ്ങനെ അണ്ടർ ന്യൂട്രീഷനിലേക്ക് പോകുന്നു, ന്യൂട്രീഷൻ കിട്ടാത്തൊരവസ്ഥ. അങ്ങനെ അണ്ടർ ന്യൂട്രീഷനിലേക്ക് പോകുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി താഴേക്ക് പോകുന്നു. അവർക്ക് അസുഖങ്ങളെ ചെറുത്ത് നിൽക്കാനോ ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ കിട്ടാതെ വരുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി താഴേക്ക് പോകുന്നു. അങ്ങനെ താഴേക്ക് പോകുമ്പോൾ അവർക്ക് അസുഖങ്ങൾ പെട്ടെന്ന് ബാധിക്കാനുള്ള അവസ്ഥ കൂടുന്നു. ഇങ്ങനെ റിസ്ക് ഓഫ് ഡിസീസ് കൂടുമ്പോൾ അവർക്ക് അസുഖങ്ങൾ ബാധിക്കുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ പിന്നെയും അവർക്ക് എനർജി വേണം. ഈ സമയത്ത് ഫുഡ് കിട്ടുന്നില്ല, മാൽ ന്യൂട്രീഷൻ, അണ്ടർ ന്യൂട്രീഷൻ, ഈ കാരണം തന്നെ പിന്നീടും ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം വിശപ്പില്ലായ്മ വരും, പിന്നെ ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ കുറയും, അസുഖം വരുമ്പോൾ വിശപ്പ് കുറയും, അതുപോലെ നമുക്ക് കിട്ടുന്ന പോഷകാഹാരങ്ങളുടെ അബ്സോർപ്ഷൻ കുറയും, കലോറീസ് കൂടുതൽ വേണം. ഈ ഒരു അവസ്ഥയിൽ ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്നത്. ഇന്ത്യയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്തൊക്കെ പോളിസിയാണ് കൊണ്ടുവരാക്കുന്നത്? ഒന്നാമതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ICDS, ഇന്റിഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, അല്ലെങ്കിൽ അംഗൻവാടി സർവീസ് സ്കീം. ഇത് ലോഞ്ച് ചെയ്തത് 1975 മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയത്, ഏറ്റവും യൂണീക്ക് ആയിട്ടുള്ള ഒരു പ്രത്യേക പോളിസിയാണ്. ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. ഇതിൽ മൊത്തം 6 സർവീസുകളാണ്. ഒന്ന് സപ്ലിമെന്ററി ന്യൂട്രീഷൻ, രണ്ടാമത്തത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ചെക്കപ്പ്, മൂന്നാമത്തത് ഇമ്മ്യൂണൈസേഷൻ, നാലാമത്തത് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ ഇൻ പ്രീ സ്കൂൾ. അത് നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ കീഴിൽ വരുന്നതാണ്. നാലാമത്തെ കാര്യം ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ, അഞ്ചാമത്തെ കാര്യം റെഫറൽ സർവീസസ്. അപ്പം ഈ സർവീസ് നമ്മൾ ഈ പറയുന്ന 6 സർവീസുകളെല്ലാം അംഗനവാടിയിലൂടെ ലഭിക്കും. കൂടുതൽ അംഗൻവാടികൾ നമുക്ക് കാണാൻ പറ്റും. റൂറൽ ഇന്ത്യസിലും കൂടുതൽ അംഗൻവാടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അംഗൻവാടീസിൽ കൂടുതൽ കിട്ടും. മാത്രമല്ല ഈ സ്കീമിലെ ബെനിഫിഷ്യറീസ് ആരാ നോക്കിയാൽ 0 to 6 years
പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സും ഉണ്ട്. അത് ഗർഭിണിയായ പാൽ കൊടുക്കുന്ന അമ്മമാരും അവരുടെ 6 വയസ്സ് വരെയുള്ള കുട്ടികളുമാണ് ICDSന്റെ കീഴിൽ അല്ലെങ്കിൽ അംഗനവാടി സർവീസ് സ്കീമിന്റെ കീഴിൽ വരുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ പോഷൻ അഭിയാൻ. പോഷൻ അഭിയാൻ എന്ന് വേറൊരു പേര് 2008 ലോഞ്ച് ചെയ്തത്. അതിന് നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്നുകൂടി പറയുന്നു. ഇത് മെയിൻ ഇത് ലോഞ്ച് ചെയ്യാനുള്ള ഫോക്കസ് എന്ന് വെച്ചാൽ മാൽ ന്യൂട്രീഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ മിഷന്റെ ചീഫ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ അണ്ടർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ കുറയ്ക്കാനും അങ്ങനെ കൺട്രീനെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആക്കാനും അല്ലെങ്കിൽ സ്റ്റാറ്റസ് കൂട്ടാനുമാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ മിഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേക മിഷനാണ്. അതായത് മൾട്ടി മിനിസ്ട്രിയൽ മിഷനാണ്. ഇത് പല മിനിസ്ട്രി നമുക്കറിയാം. ഇപ്പോൾ ഹെൽത്ത് മാത്രം നോക്കിയാൽ പോരാ. ഒരു ഫുഡ് ഒത്തിരി ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് മാത്രം കിട്ടിയാൽ കുട്ടിക്ക് ആരോഗ്യം അല്ലെങ്കിൽ കുട്ടിക്ക് ദാരിദ്ര്യം അല്ലെങ്കിൽ മറ്റൊന്നും നിൽക്കാൻ പറ്റില്ല. കുട്ടിക്ക് ഫുഡ് വേണം, ഹെൽത്ത് ചെക്ക് ചെയ്യണം, നല്ല ഡ്രിങ്കിങ് വാട്ടർ വേണം, സാനിറ്റേഷൻ വേണം. ഇപ്പോൾ ഹെൽത്തിൻ്റെ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് വരുന്നത് മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ കീഴിൽ വരുന്നു. നല്ല കുടിവെള്ളം വേണമെങ്കിൽ ജൽജീവൻ മിഷൻ മിനിസ്റ്റർ ഓഫ് ജൽശക്തിയുടെ കീഴിൽ വരുന്നു. അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ആരോഗ്യം വേണം, പോഷകാഹാരം വേണം, അങ്ങനെ ഒത്തിരി പല പല മിനിസ്ട്രീസ്. എഡ്യൂക്കേഷൻ വേണം, മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്നു. അങ്ങനെ ഒത്തിരി മൾട്ടി മിനിസ്ട്രിയൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് പോഷൻ അഭിയാന്റെ കീഴിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ എയിം എന്ന് പറയുമ്പോൾ 2022 മാൽ ന്യൂട്രീഷൻസ് കുറയ്ക്കുക. അതിന് കുറയ്ക്കുക എന്നല്ല, എലിമിനേറ്റ് ചെയ്യുക. റിമൂവിങ് മാൽ ന്യൂട്രീഷൻ ഫ്രം ദി കൺട്രി ബൈ 2020. ഈ പോഷൻ അഭിയാൻ എന്ന് പറയുന്നതിൽ പോഷൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓവർ റീച്ചിങ് സ്കീം ഫോർ ഹോളിസ്റ്റിക് ന്യൂട്രീഷൻ. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, പോഷൻ അഭിയാന്റെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓവർ ആർച്ചിങ് സ്കീം ഫോർ ഹോളിസ്റ്റിക് ന്യൂട്രീഷൻ. അത് എല്ലാവർക്കും ന്യൂട്രീഷൻ ലഭ്യമാകുന്നു. ജസ്റ്റ് യോജനയിൽ നിന്നൊരു ചെറിയ പിക്ചറാണ്. അതായത് ICDS സ്കീം, നമ്മൾ നേരത്തെ ഉള്ള പോലെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. പിന്നീട് അതിൻ്റെ മേലേക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വഴിയാണ്. അത് കഴിഞ്ഞ് കൺവേർജൻസ്. ഞാൻ പറഞ്ഞത് എല്ലാ മിനിസ്റ്റേഴ്സും കൂടെ ഒന്നിച്ച്, അതായത് 0 to 6 years. അതിനുശേഷം മേലേക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേലേക്ക് പോകുമ്പോൾ എല്ലാ മൾട്ടി മിനിസ്ട്രീസും കൂടെ ഒന്നിച്ച് ചെറിയൊരു പ്രോഗ്രാം ചെയ്യുന്നു. നമ്മളെ ഇപ്പം നമുക്ക് പിടികിട്ടി. അതായത് ഓരോ മിനിസ്റ്ററായിട്ട് മാത്രം ചെയ്താൽ പോരാ, എല്ലാവരും കൂടെ ഒന്നിച്ച് വേണം നമ്മുടെ ഹങ്കറിനെ മാൽ ന്യൂട്രീഷൻസിനെതിരെ പോരാടാൻ വേണ്ടി. അതുകൊണ്ട് കൺവേർജൻ്റ് ആയിട്ടുള്ള ഇതാണ്. മാത്രമല്ല നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നോക്കണം, ബിഹേവിയർ ചേഞ്ച് ആണ് വരുന്നത്. ബിഹേവിയർ ചേഞ്ച് വരാൻ വേണ്ടി നമ്മളിവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മാസ്ക് വെക്കുന്നത് പോലും അല്ലെങ്കിൽ സാനിറ്റൈസ് ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാവരും കൈ കഴുകുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നു. നല്ല അത്യാവശ്യം നമ്മൾ ടൗൺ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ അർബൻ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ സാനിറ്റേഷൻ്റെ ഉപയോഗം കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വച്ഛ് ഭാരത് അഭിയാന്റെ കീഴിൽ ബിഹേവിയർ ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ബിഹേവിയർ ചേഞ്ചസ് പോഷൻ അഭിയാന്റെ കീഴിൽ നമ്മൾ ഉദ്ദേശിക്കുന്നു. പിന്നീട് ട്രെയിനിങ് ആൻഡ് കപ്പാസിറ്റി ബിൽഡിങ്. അവർക്ക് അവരുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ അവർക്ക് ജോലി വേണം. ജോലി വേണമെങ്കിൽ അവർക്ക് ട്രെയിനിങ് അല്ലെങ്കിൽ കപ്പാസിറ്റി വേണം. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റി കൂട്ടുന്നു. പിന്നെ പുതിയ പുതിയ ഇന്നോവേഷൻസ്, പിന്നെ ഇൻസെൻറ്റീവ്സ്. അതായത് ഇൻസെൻറ്റീവ്സ് കൊടുത്താൽ അവർക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും. പിന്നെയുള്ള ഗ്രീവൻസ് ഡിസ്ട്രസ്, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു മൾട്ടി മിനിസ്ട്രിയിൽ തന്നെ ഒരു പ്രത്യേക ഭരണാധികാരിയെ വെക്കുന്നു. അദ്ദേഹത്തോട് കംപ്ലൈൻറ്റ് സെൻറ്ററിൽ വെക്കുന്നു. അദ്ദേഹത്തോട് കംപ്ലൈൻറ്റ് പറയാൻ പറ്റും. ഇത്ര ദിവസത്തിനുള്ളിൽ അദ്ദേഹം പ്രശ്നങ്ങൾ പരിഹരിക്കും. ജസ്റ്റ് പോഷൻ അഭിയാന്റെ കീഴിൽ വരുന്ന ഇതാണ് പോഷൻ അഭിയാൻ. ബിഹേവിയർ ചേഞ്ചസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. ഇൻഫന്റ് ആൻഡ് യങ് ചൈൽഡ് ഫീൽഡിംഗ് പ്രാക്ടീസ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. കൂടുതലായിട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടത്, the program has a set particular target for reducing stunting, anemia, undernutrition and low birth weight. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ്? സ്റ്റണ്ടിങ്, അനീമിയ, അതായത് ബ്ലഡിലെ ഓക്സിജൻ കുറയുന്ന ഒരു അവസ്ഥ, അതാണ് അനീമിയ. പിന്നെ അണ്ടർ ന്യൂട്രീഷൻ, ബർത്ത് വെയിറ്റ്. ആസ് പെർ മിഷൻ 25/2020, the National Nutrition Mission aims to reduce stunting from 38.4% to 25% by 2022. 2022 സ്റ്റണ്ടിങ് കുറയ്ക്കുമെന്നാണ്. അതും ഇതിന്റെ കീഴിൽ വരുന്ന ഒരു എയിമാണ്. അടുത്തതാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ലാക്ടേറ്റിംഗ് വുമൻസിന്
19 മേലേക്ക് 19 ഇയേഴ്സ് ഓർ എബവ് ഫോർ ദി ഫസ്റ്റ് ലൈവ് ബർത്ത്. ആദ്യത്തെ കുട്ടിക്ക് 19 മേലുള്ള ആദ്യത്തെ കുട്ടിക്ക് അവരെ ടാർഗറ്റ് ചെയ്താണ് ഈ സ്കീം ഇറക്കിയാക്കുന്നത്. The program seeks to provide partial compensation for weight loss during the childbirth, afterward during the child care. നമ്മൾ ഇതിനെക്കുറിച്ച് കറക്റ്റ് നോക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ആദ്യം കുട്ടി നമ്മുടെ പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്യുമ്പോൾ 1000 രൂപ കിട്ടും. അതിനുശേഷം നമ്മുടെ ചെക്കപ്പ് ചെയ്യുമ്പോൾ ആൻറ്റിനാറ്റൽ കെയർ ചെക്കപ്പ് ആദ്യത്തെ 6 മാസത്തെ ചെക്കപ്പ് ചെയ്യുമ്പോൾ 2000 രൂപ കിട്ടും. പിന്നീട് കുട്ടി ജനിച്ചിട്ട് നമ്മൾ കുട്ടികളുടെ വാക്സിനേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ പിന്നീട് 2000 രൂപ കിട്ടും. അങ്ങനെ മൊത്തം 5000 രൂപയുടെ സ്കീമാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെയധികം എന്താ പറയുക, കുട്ടികൾക്ക് ന്യൂട്രീഷ്യൻസിന് സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഈ കാശ് കൊണ്ട് അവർക്കുള്ള വാക്സിനേഷൻസ് കൂടുതൽ കൊടുക്കാൻ കഴിഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി കൂടാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങൾ അങ്ങനെ ഉപയോഗം വന്നിട്ടുണ്ട്. ഇപ്പം ഈ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ് യോജനയുടെ കണ്ടിന്യൂഷൻ ആണ്. 2010 ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ് യോജന ലോഞ്ച് ചെയ്തത്. പിന്നെ 2014 എന്ന് റീനെയിം ചെയ്തിട്ടുണ്ടായി, മാതൃത്വ സഹയോഗ് യോജന എന്ന് മാത്രമാക്കി. പിന്നെ 2016 നമ്മൾ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന പേരിലേക്ക് മാറ്റം ചെയ്തു. അടുത്തതെന്ന് പറയുമ്പം അടുത്ത സ്കീം നോക്കുകയാണെങ്കിൽ സ്കീം ഫോർ അഡോൾസെന്റ് ഗേൾസ്, സാഗ് എന്ന് പറയും, SAG. ഓക്കെ, 2010 നമ്മൾ ഇത് ചേർക്കുന്നത്. ഇത് നമ്മുടെ നിലവിൽ വന്നത് 11 തൊട്ട് 14 വയസ്സുള്ള കുട്ടികൾക്ക് ന്യൂട്രീഷൻസും ജെൻഡർ ന്യൂട്രീഷൻസും മറ്റു കാര്യങ്ങളും കൊടുക്കുകയാണ്. അവർക്കുള്ള സപ്പോർട്ടിങ് സെൽഫ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അവർക്കുള്ള എഡ്യൂക്കേഷനും അതോടൊപ്പം തന്നെ നമുക്ക് അവർക്കുള്ള ന്യൂട്രീഷൻസും അവർക്കുള്ള ഹെൽത്ത് ചെക്കപ്പും എല്ലാം കൊടുക്കുന്നു. അടുത്തത് മിഡ് ഡേ മീൽ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഉച്ചകഞ്ഞി സ്കീം മിഡ് ഡേ മീൽ സ്കീമാണ്. ആ സ്കീമിന്റെ പ്രത്യേകത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്കീമാണ്. ഈ മിഡ് ഡേ മീൽ സ്കീമിനെ വേറെ 2021 പുതിയ നെയിമാക്കി PM പോഷൻ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ എന്നൊരു പുതിയ പേരിലേക്ക് മാറ്റി. നമ്മുടെ ചൂടാക്കിയ കുക്ക്ഡ് മീൽസ് സ്റ്റുഡൻസിന് പ്രീ പ്രൈമറി ലെവൽ ടു ബാൽ വികാസ്, അല്ലെങ്കിൽ നമുക്കറിയാം കൊച്ചി പ്രീ സ്കൂൾ തൊട്ട് തന്നെ 8ാം ക്ലാസ് വരെ കൊടുക്കുന്നു. അതിനാണ് മിഡ് ഡേ മീൽ സ്കീം. പിന്നെ അനീമിയ മുക്ത് ഭാരത്. അനീമിയ മുക്ത് ഭാരതിന്റെ കീഴിൽ കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള അയണിന്റെ ടാബ്ലറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നു. അങ്ങനെ തന്നെ നമുക്ക് അനീമിയ കുറയ്ക്കാൻ പറ്റും. ഈ അനീമിയ മുക്ത് ഭാരതിന്റെ കീഴിൽ 6x6 ആയിട്ടുള്ള പുതിയൊരു പോളിസി ഉണ്ട്. അതായത് പ്രത്യേക 6 ടാർഗറ്റ് ബെനിഫിഷ്യറീസിനെ ഗ്രൂപ്പിംഗ് കണ്ടുപിടിക്കുന്നു. പിന്നെ 6 ഇന്റർവെൻഷൻസ് ചെയ്യുന്നു, 6 ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ 6x6 എന്ന് പറഞ്ഞ പോളിസീസ് നമ്മുടെ അനീമിയ മുക്ത് ഭാരതിന്റെ കീഴിൽ വരുന്നതാണ്. അടുത്ത മിഷൻ ഇന്ദ്രധനുഷ്. മിഷൻ ഇന്ദ്രധനുഷ് 2014 ലോഞ്ച് ചെയ്തേക്കുന്നത്. എല്ലാ കുട്ടികൾക്കും നമുക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് മിഷൻ ഇന്ദ്രധനുഷ് ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ 1985 യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്തായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും, എല്ലാ വാക്സിൻ എല്ലാവർക്കും, അതായത് ട്യൂബർകുലോസിസോ പോളിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് അസുഖം വന്നാലും ഇവർക്ക് എല്ലാവർക്കും നമ്മളെ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിൻ കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പിന്നീട് അതിന് എക്സ്പാൻഡഡ് പ്രോഗ്രാം ഫോർ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞ EP, ആദ്യമേ UIP അതായത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം 1985 ലോഞ്ച് ചെയ്തു. പിന്നീട് അതിന് എക്സ്പാൻഡഡ് പ്രോഗ്രാം ഫോർ ഇമ്മ്യൂണൈസേഷനിൽ പല വാക്സിൻ കണ്ടുപിടിക്കുകയും പല രോഗങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഇതിൻ്റെ കൂടെ കൂട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് മിഷൻ ഇന്ദ്രധനുഷ് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിൽ വരുവാണ്. എല്ലാ കുട്ടികൾക്കും, ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിൻ കൊടുക്കാൻ വേണ്ടിയാണ് മിഷൻ ഇന്ദ്രധനുഷ് വരുന്നത്. പിന്നെ 2018 ഇന്റൻസിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷ് IMI 2018 കൊണ്ടുവരികയും അങ്ങനെ എല്ലാ കുട്ടികൾക്കും 2 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പ്രഗ്നന്റ് വുമൻസിനും ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ UIP അതായത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ കീഴിൽ വരാത്ത ആളുകൾക്ക്
നമ്മളെ മിഷൻ ഇന്ദ്രധനുഷ് അല്ലെങ്കിൽ യൂണിഫൈഡ് മിഷൻ ഇന്ദ്രധനുഷിന്റെ കീഴിലുള്ള എല്ലാവർക്കും കൊടുക്കുന്നു. അത് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പ്രഗ്നന്റ് വുമൻസിന് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നു. പിന്നുള്ളത് മിഷൻ കോവിഡ് സുരക്ഷ. കോവിഡ് ശക്തിയുടെ കീഴിലെ വാക്സിൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. ഗവൺമെന്റ് വുഡ് ഫെസിലിറ്റേറ്റ് ദി ക്ലിനിക്കൽ ഡെവലപ്മെന്റ് മാനുഫാക്ചറിംഗ് ആൻഡ് ലൈസൻസ് ഓഫ് ഇന്ത്യൻ വാക്സിൻ ടു കർബ് ദി വൈറസ് അറ്റാക്ക്. അതായത് ഗവൺമെന്റ് സപ്പോർട്ടോടെ പുതിയ R&D കൊണ്ടുവരാനുമാണ് കോവിഡ് മിഷൻ കോവിഡ് സുരക്ഷ ഗവൺമെന്റ് ഇത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അതായത് പോഷൻ അഭിയാന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ, മൽന്യൂട്രീഷൻസ് എങ്ങനെ കുറയ്ക്കാം, സ്റ്റണ്ടിങ് എങ്ങനെ കുറയ്ക്കാം, വേസ്റ്റിംഗ് എങ്ങനെ കുറയ്ക്കാം, എന്താണ് ഇന്ത്യയുടെ പ്രശ്നം, പൊതുവായിട്ടുള്ള പ്രശ്നം, എന്തൊക്കെ മിഷൻസ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തേക്കുന്നത്, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ പ്രിലിംസിൽ നോക്കേണ്ട ആവശ്യമുണ്ട്. Which of the given factors is considered while calculating the global hunger index? ഒന്നാമത്തത് അണ്ടർ ന്യൂറിഷ്മെന്റ്, രണ്ടാമത്തെ സ്റ്റണ്ടിങ്, മൂന്നാമത്തെ വേസ്റ്റിംഗ്, നാലാമത്തെ പെർ ക്യാപിറ്റൽ ഇൻകം, അഞ്ചാമത്തെ ഫുഡ് ബാസ്കറ്റ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതിലെ ആൻസേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അണ്ടർ ന്യൂറിഷ്മെന്റ് ഉണ്ട്, സ്റ്റണ്ടിങ് ഉണ്ട്. സ്റ്റണ്ടിങ് എന്ന് പറയുമ്പോൾ ഹൈറ്റിനനുസരിച്ചുള്ള ഏജില്ലായ്മ. വേസ്റ്റിംഗ് ഉണ്ട്, വേസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റില്ലായ്മ. അതോടൊപ്പം തന്നെ പിന്നെ പെർ ക്യാപിറ്റൽ ഇൻകം ഇല്ല, ഫുഡ് ബാസ്കറ്റ് എക്സ്പെൻഡിച്ചർ ഇല്ല. സോ ആൻസർ വരുന്നത് 1, 2, 3 കറക്റ്റ് ആണ്. 1, 2, 3 സി ആണ് ആൻസർ വരുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ അണ്ടർ നറിഷ്മെന്റ്, ചൈൽഡ് മോർട്ടാലിറ്റി, വേസ്റ്റിംഗ്, സ്റ്റണ്ടിങ്. ഓക്കെ, അടുത്തതായിട്ട് എഫക്റ്റീവ് മാർക്കറ്റിംഗ് ത്രൂ റൂറൽ കളക്റ്റീവ് ആൻഡ് റൂറൽ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മുടെ കർഷകരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു, ടു ഡബിൾ ദി ഫാമേഴ്സ് ഇൻകം. പക്ഷെ അത് നിലവിൽ നടക്കാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോവിഡ് കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് കൂടുതലുള്ളത് അഗ്രികൾച്ചറിലാണ്. എന്നിട്ട് പോലും നമ്മുടെ കർഷകർക്ക് അവർക്കൊരു എഫക്റ്റീവ് ആയിട്ടുള്ള അഗ്രി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഒരു റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അവർ ഒരിക്കലും നമ്മുടെ മെയിൻ ലക്ഷ്യമായ ഡബിളിംഗ് ദി ഫാമേഴ്സ് ഇൻകം പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. GS2-ലും GS3-യിലുമാണ് വരുന്നത്. GS2-ൽ ഡെവലപ്മെന്റ് പ്രോസസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ NGOs, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, റൂറൽ ഡെവലപ്മെന്റിന്റെ കീഴിൽ വരുന്നു. GS3-ൽ ടെക്നോളജീസ് ഇൻ ദി എയ്ഡ് ഓഫ് ഫാമേഴ്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇതെല്ലാം കീഴിലാണ് ഈ ആർട്ടിക്കിൾ വരുന്നത്. റൂറൽ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ. ഈ റൂറൽ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പം അതിലെ ഫിസിക്കൽ കണക്ടിവിറ്റി, ഇൻഫർമേഷൻ അതായത് ഫിസിക്കൽ കണക്ടിവിറ്റി പറയുമ്പോൾ ഇൻഫർമേഷൻസ്, കമ്മ്യൂണിക്കേഷൻസ്, ഇലക്ട്രിസിറ്റി, സ്റ്റോറേജ്, പ്രോസസ്സിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് ഫിസിക്കൽ കണക്ടിവിറ്റിയിൽ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മളെ പഴങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം ഓക്കെ, പഴങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതും അഗ്രികൾച്ചർ ചെയ്യുന്നതും നമ്മൾ ഹോർട്ടിക്കൾച്ചർ എന്നാണ് പറയുന്നത്. അപ്പം പെരിഷബിൾ ഐറ്റംസ്, ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, ഇതെല്ലാം ഒരു പരിധി കൂടുതൽ ഇരിക്കത്തില്ല. ചീഞ്ഞു പോകാനും അല്ലെങ്കിൽ നശിച്ചു പോകാനും വളരെ പെട്ടെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ്സും പോകാനും എല്ലാം ഇന്ന് ഈ ചൂട് കാലാവസ്ഥയിൽ പെട്ടെന്ന് അതിൻ്റെ ഫ്രഷ്നെസ് എല്ലാം പോകും. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫാസ്റ്റർ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടൊരു ട്രാൻസ്പോർട്ട് വേണം കൃഷിയിടങ്ങളിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്തിക്കാനും. അത് സ്റ്റോർ ചെയ്യാനുള്ള കോൾഡ് സ്റ്റോറേജുകൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫ്രഷ്നെസ് നിലനിർത്താനുള്ള സ്റ്റോറേജുകൾ, പ്രോസസ്സ്, ഈ കാര്യങ്ങളെല്ലാം അഗ്രികൾച്ചറിന് വേണം. അതുകൊണ്ട് തന്നെ റൂറൽ മാർക്കറ്റിങ്ങിൻ്റെ ഇതിൽ ഫിസിക്കൽ കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീടുള്ള ജനറൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയും. അതായത് റോഡ്, ബ്രിഡ്ജ്, റെയിൽവേ, ഫ്യൂവൽസ്, ഇതെല്ലാം ട്രാൻസ്പോർട്ടിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം റോഡ് നല്ലതല്ലെങ്കിൽ നമുക്ക് സ്റ്റോറേജ് ഓക്കെ, ട്രാൻസ്പോർട്ട് ഓക്കെ. നമ്മൾ നേരത്തെ കണ്ട പോലെ ഫിസിക്കൽ കണക്ടിവിറ്റി എന്തായാലും ഒരു സ്റ്റോറേജ് ഉണ്ടെന്ന് വിചാരിക്കും. ആ സ്റ്റോറേജ് ഉണ്ടെങ്കിൽ സ്റ്റോറേജിലേക്ക് ട്രാൻസ്പോർട്ട് എത്തണം. ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ റോഡ് നന്നായിരിക്കണം, ബ്രിഡ്ജ് ഉണ്ടായിരിക്കണം, ഫ്യൂവൽ വേണം. അപ്പം നമ്മൾ ക്യാപിറ്റൽ കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അഗ്രികൾച്ചറിന്
ഫാമേഴ്സിന് ഇൻകം കൂട്ടാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഇപ്പോൾ റോഡ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നല്ല റോഡ്, സ്റ്റോറേജ് ഫെസിലിറ്റി, ഇത് വരുമ്പോൾ ഒരു തക്കാളി ഉണ്ടാക്കുന്നു. തക്കാളി കൃഷി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റോറേജ് ഇല്ലെങ്കിൽ അത് 2 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരു 3 ദിവസം നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്നു. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഇൻഫ്രാസ്ട്രക്ചറിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഗവൺമെന്റ് പല പല പോളിസി കൊണ്ടുവരുന്നുണ്ട്. PMGSY, അതായത് പ്രധാനമന്ത്രി ഗ്രാം സദക് യോജന, റൂറൽ കണക്ടിവിറ്റിക്ക്, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിക്ക്. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന, പ്രധാനമന്ത്രി സച്ച് ബിജ്ലി അല്ലെങ്കിൽ സൗഭാഗ്യ സ്കീം. അടുത്ത പിന്നെ ഇതാണ് നമ്മുടെ ജനറൽ ഫിസിക്കൽ മാറിപ്പോയത്. ജനറൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ ഫിസിക്കൽ കണക്ടിവിറ്റി ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ട്. അതിൽ ജനറൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിലാണ് PM സൗഭാഗ്യ സ്കീം വരുന്നതും, ദീൻ ദയാൽ ഉപാധ്യായ വരുന്നതും, പ്രധാനമന്ത്രി ഗ്രാം സദക് യോജന വരുന്നതെല്ലാം. അടുത്തത് നമ്മുടെ മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പം അതിൽ ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ കോൾഡ് സ്റ്റോറേജ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നാം കൊണ്ടുവന്നിട്ടുണ്ട് ഇലക്ട്രോണിക് മാർക്കറ്റുകൾ, വേഗം കാര്യങ്ങൾ വിറ്റ് പോകാനും നമ്മുടെ നല്ലൊരു പ്രൈസ് ലഭിക്കാനും നാം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ENWRS അല്ലെങ്കിൽ നെഗോഷ്യബിൾ വെയർഹൗസ് റെസിപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു, കൊയ്തെടുത്ത ശേഷം നെല്ല് കൊണ്ട് ഒരു നമ്മുടെ വെയർഹൗസിൽ കൊണ്ട് വെക്കുന്നു. വെയർഹൗസിൽ കൊണ്ട് വെക്കുമ്പോൾ നമുക്ക് ഒരു കയ്യിലേക്ക് ഒരു റെസിപ്റ്റ് വരും. ഈ റെസിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവും. പിന്നീട് ആ വിൽക്കാൻ ചിലപ്പോൾ ആ സമയത്ത് കറക്റ്റ് വില കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആ കോൾഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ വെയർഹൗസിൽ വെച്ചിട്ട് ഈ റെസിപ്റ്റ് കൊണ്ട് ബാങ്കിൽ കൊടുത്താൽ ഈ റെസിപ്റ്റിന്റെ ബേസിൽ നമുക്ക് ലോൺ കിട്ടും. പിന്നീട് നമുക്ക് കർഷകന് ഏറ്റവും അത്യാവശ്യം അടുത്ത സീസണിന് മുമ്പ് കൃഷി ചെയ്യുക, അതുകൊണ്ടാണല്ലോ നമ്മൾ കിട്ടുന്ന കാശിന് കൊടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരാൻ വേണ്ടിയാണ് ആ റെസിപ്റ്റ് കൊണ്ടുപോയി കൊടുത്താൽ ലോൺ ലഭിക്കും. അങ്ങനെ ലോൺ ലഭിക്കുന്നത് വെച്ച് നമ്മൾ വിത്ത് മേടിക്കും. വിത്ത് മേടിച്ചതിന് ശേഷം കൃഷി തുടങ്ങും. അതുകൊണ്ടാണ് ഈ നെഗോഷ്യബിൾ വെയർഹൗസ് റെസിപ്റ്റ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. പിന്നെ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, ഗവൺമെന്റിന്റെ ക്യാപിറ്റലും പ്രൈവറ്റ് ക്യാപിറ്റലും കൂടെ കൂട്ടി പുതിയ വെയർഹൗസ്, കോൾഡ് സ്റ്റോറേജ്, പ്രോസസ്സേഴ്സ്, റെഫ്രിജറേറ്റർ വാൻസ്, ഇതെല്ലാം കൊണ്ടുവരാനാണ് പുതിയൊരു സ്കീം. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്കീമാണ്. സ്കീം ഫോർ അഗ്രികൾച്ചർ മാർക്കറ്റിന്റെ കീഴിൽ വരുന്നു. പിന്നെ ഗ്രാമീൺ അഗ്രികൾച്ചർ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്രാംസ് എന്ന് പറയും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂറൽ മാർക്കറ്റിന്റെ അടുത്തുള്ള റീറ്റെയിൽ മാർക്കറ്റ്സ്, അതായത് റൂറൽ ഏരിയയുടെ അടുത്തുള്ള റീറ്റെയിൽ മാർക്കറ്റ്സിനെ കൂട്ടാനും മാത്രമല്ല പുതിയൊരു മാർക്കറ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനുമാണ് ഗ്രാമീൺ അഗ്രികൾച്ചർ മാർക്കറ്റ്സ് ഉള്ളത്. പിന്നെയുള്ള പുതിയ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമ്മൾ പറയുന്നു. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നാഷണൽ ഒപ്റ്റിക് ഫൈബർ നെറ്റ്വർക്കുകൾ, നമ്മൾ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ലഭിക്കാനും അങ്ങനെ 2.5 ലക്ഷം ഗ്രാമപഞ്ചായത്തുകൾ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ ഒപ്റ്റിക് ഫൈബർ നെറ്റ്വർക്ക്, അതായത് 2.5 ലക്ഷം ഗ്രാമപഞ്ചായത്ത് ഹൈ സ്പീഡുള്ള ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി അല്ലെങ്കിൽ ഇന്റർനെറ്റ് അവർക്ക് ലഭിക്കാനും അങ്ങനെ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആൾ കൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു. പിന്നെ ഡിജിറ്റൽ ലിറ്ററസി കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അടുത്ത സ്കില്ല്, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ലാൻഡ്മാർക്ക് ആയിട്ടുള്ള സ്കീമാണ്. നമ്മൾ സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യാനും മറ്റ് ഫാമേഴ്സിനെ പ്രത്യേക സർട്ടിഫിക്കറ്റ് കൊടുക്കാനും റെക്കഗ്നൈസ്ഡ് ലേണിംഗ് കൊടുക്കാനും അവർക്ക് ലീവിംഗ്ഹുഡ് പ്രൊമോഷൻ ചെയ്യാനും അങ്ങനെ അവരുടെ സ്കില്ല് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കൗശൽ വികാസം അല്ലെങ്കിൽ അവർക്ക് പ്രത്യേക സ്കില്ല് കൊടുക്കാനും അവരെ ഒരു ജോലിക്കാരാക്കാനും കൂടെ ശ്രമിക്കുന്നു. പിന്നെ FPOs അല്ലെങ്കിൽ ഫാമർ പ്രൊഡ്യൂസിങ് കമ്പനീസ്. FPOs എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം നമ്മുടെ കർഷകർ, ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് കമ്പനീസ്. അവരിപ്പം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവുള്ള പാല് വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പാല് വിൽക്കുന്നവരെല്ലാവരും കൂടെ ഒന്നിച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ നെല്ല് വിൽക്കുന്നവരാണെങ്കിൽ അതിനാണ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസ് പറയുന്നത്. ഇപ്പോൾ ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനും എല്ലാം കൂടി ഡെവലപ്പ് ചെയ്യാനും നമ്മൾ നോക്കുന്നു. മാത്രമല്ല FPO അടുത്തത് FPOയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ FPO കളക്റ്റീവ് ഫാമിംഗിനും അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗെയിനും
എല്ലാം FPO സഹായിച്ചു. കളക്റ്റീവ് ബാർഗെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കർഷകൻ ഒറ്റയ്ക്ക് കൃഷി ചെയ്യുന്നു. കർഷകന് നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള പവർ കുറവായിരിക്കും. വലിയ വലിയ മൾട്ടി കമ്പനീസ് ആണെങ്കിൽ ബാർഗെയിൻ ചെയ്യാനുള്ള പവർ കുറവായിരിക്കും. എന്നാൽ FPO ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ വളരെ നന്നായിട്ട് തന്നെ ബാർഗെയിൻ ചെയ്യാനും അങ്ങനെ ഏതൊരു മൾട്ടി കമ്പനി വന്നാൽ പോലും കറക്റ്റ് ബാർഗെയിൻ ചെയ്യാൻ നമുക്ക് കറക്റ്റ് വില ലഭിക്കാനും അത് ഇടയാക്കും. അടുത്ത മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന്റെ കീഴിൽ ദസ്കർ സഹസ്രയൻ യോജന എന്ന് പറഞ്ഞ യോജന അത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ സഹായിക്കാനും അതോടൊപ്പം തന്നെ കോപ്പറേറ്റീവ് ഫെഡറലിസം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്ലസ്റ്ററിനെ സഹായിക്കാനും എല്ലാം അത് യൂസ് ചെയ്യുന്നു. പിന്നീട് ടെക്സ്റ്റൈൽസിന്റെ കീഴിൽ തന്നെ നാഷണൽ ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ വളരെയധികം പ്രോഗ്രാംസ് റൂറൽ ഡെവലപ്മെന്റിനും റൂറൽ ഇൻഫ്രാസ്ട്രക്ചറും കൂട്ടാനും നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ഫാമേഴ്സിന് പ്രോഫിറ്റുകൾ ലഭിക്കുന്നില്ല. കാരണം ക്യാപിറ്റൽ കൂടുന്നു. ഇത് നമുക്കറിയാം പോളിസീസ് പേപ്പറുകൾ വളരെ പോളിസീസ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും നിലവിൽ നടക്കുന്നില്ല. അതായത് നമ്മുടെ ജീവിതത്തിൽ അത് ഭാഗമാക്കാൻ പറ്റുന്നില്ല, കർഷകർക്ക് അത് ലഭിക്കുന്നില്ല. ഈ സമയത്താണ് റൂറൽ കളക്റ്റീവ്സ് ഒരു പ്രത്യേകത. റൂറൽ കളക്റ്റീവ്സിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. റൂറൽ കളക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പും കോപ്പറേറ്റീവ്സും ഫാമേഴ്സ് പ്രൊഡ്യൂസിങ് ഓർഗനൈസേഷൻസും പ്രൊഡ്യൂസർ ഗ്രൂപ്പ്സും എല്ലാം കൂടെ കൂടി റൂറൽ കളക്റ്റീവ്സ് എന്ന് പറയും. എല്ലാവരിൽ നിന്നുള്ള മെമ്പേഴ്സ് ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ എന്തൊരു സഹായത്തിനും എന്തൊരു കാര്യത്തിനും വേണ്ടി റൂറൽ കളക്റ്റീവ്സ് അവർക്കൊരു പ്രത്യേക പവർ ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ നേരത്തെ പറയാതെ കൃഷി ചെയ്യുന്നു. കൃഷി ചെയ്യണമെങ്കിൽ പലരും സപ്പോർട്ടുകൾ വേണം. വിൽക്കാൻ കോപ്പറേറ്റീവ്സിന് സപ്പോർട്ട് വേണം. മേടിക്കാൻ കൺസ്യൂമേഴ്സിന് സപ്പോർട്ടീവ്സ് വേണം. വിൽക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ്റെ സപ്പോർട്ട് വേണം. അങ്ങനെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന്റെ വർക്കേഴ്സിന്റെ സഹായം വേണം. ഇതെല്ലാം കൂടി റൂറൽ കളക്റ്റീവ്സിന്റെ കീഴിൽ വരുന്നുണ്ട്. ഇതൊരു കോമ്പിനേഷൻ ഓഫ് 4 things: SSG, കോപ്പറേറ്റീവ്, FPO, പ്രൊഡ്യൂസർ ഗ്രൂപ്പ്സ്. ഇനി ഈ റൂറൽ കളക്റ്റീവ്സ് കൊണ്ട് എന്തൊക്കെ ചലഞ്ചുകൾ നമുക്ക് മാറ്റാൻ കഴിയും? മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, കപ്പാസിറ്റി ബിൽഡിംഗ്, കോർഡിനേഷൻ എമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, മാർക്കറ്റ് റിസർച്ച് ആൻഡ് പ്ലാനിങ്. എങ്ങനെയൊക്കെ മാർക്കറ്റ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ മാർക്കറ്റ് എവിടെ വേണം, നേരത്തെ കണ്ട പോലെ അഗ്രികൾച്ചർ മാർക്കറ്റ്, ഗ്രാമീൺ മാർക്കറ്റ്, ഈ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റും. പിന്നെ ഇന്നോവേഷൻ ടെക്നോളജീസ്, കോൾഡ് കൺസ്ട്രെയിൻസ്, പല പല കോൾഡ് സ്റ്റോറേജുകളും നമ്മുടെ വെയർ ഹൗസുകളും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അഗ്രി മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, നേരത്തെ കണ്ട പോലെ വെയർ ഹൗസുകളും പിന്നെ ഈ സ്കീം ഫോർ അഗ്രി കീഴിലുള്ള എല്ലാം അഗ്രി മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കീഴിൽ വരുന്നു. മാത്രമല്ല കോപ്പറേറ്റീവ്സും കൂടെ റൂറൽ കളക്റ്റീവ്സിൽ ഉള്ളത് കൊണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റും അവരുടെ ക്രെഡിറ്റ് സപ്പോർട്ടുകളും നമുക്ക് ലഭ്യമാകുന്നു. പിന്നെ ജനങ്ങൾക്ക് മാർക്കറ്റിന്റെ അവയർനെസ് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ചാനൽ, ഈ പല പല പോർട്ടൽസ്, പിന്നെ CSC കോമൺ സർവീസ് സെന്ററിലൂടെ പല പല സ്റ്റേറ്റുകളും ചെയ്ത പോലെ, അല്ലെങ്കിൽ ITCയുടെ സഹായം, ഇതെല്ലാം നമുക്ക് റൂറൽ കളക്റ്റീവിലൂടെ ലഭിക്കുന്നുണ്ട്. ITയുടെ സഹായത്തിൽ തന്നെ പലർക്കും നമ്മുടെ ഓരോ സ്റ്റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിലും കർണാടകയിലും ഒക്കെ ITCയുടെ സഹായത്തോടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ റൂറൽ കളക്റ്റീവ്സ് പോലെ തന്നെ ചെറിയ കമ്പ്യൂട്ടറും മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പം അവർക്ക് സഹായിക്കാൻ ആൾക്കാരെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് വിൽക്കാനും വാങ്ങാനും എല്ലാം ഫാമേഴ്സിന് എളുപ്പമായിരിക്കും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ടേംഡ് ആസ് റൂറൽ കളക്റ്റീവ്സ്? ഇതൊക്കെയാണ് നമ്മൾ നോക്കിയതാണ്. ഒന്നാമത്തെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, രണ്ടാമത്തെ പ്രൊഡ്യൂസർ ഗ്രൂപ്പ്, മൂന്നാമത്തെ ട്രേഡ് യൂണിയൻ, നാലാമത്തെ ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, അഞ്ചാമത്തെ കോഓപ്പറേറ്റീവ്സ്, ആറാമത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ്. അതിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് നമ്മൾ നോക്കിയില്ല. പകരം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ട്, പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ഉണ്ട്, ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഉണ്ട്, കോഓപ്പറേറ്റീവ്സ് ഉണ്ട്, ട്രേഡ് യൂണിയൻ ഇല്ല. 3 ഇല്ല, 6 ഇല്ല, 3 6 വെട്ടിക്കളഞ്ഞു. ഇവിടെ 3 ഉണ്ട്, അതുകൊണ്ട് ഇതും വെട്ടിക്കളഞ്ഞു. 6 ഉണ്ട്, അതുകൊണ്ട് അപ്പോൾ സോ ആൻസർ ഈസ് C. 1 2 1 2 4 5. അടുത്തത് നമ്മളൊരു എവർഗ്രീൻ ടോപ്പിക്കാണ്. UPSCക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഞ്ചായത്ത് രാജ്. ഇത് യോജനയിൽ വരാൻ കാരണം 2021 എന്ന് പറയുന്നത് 28 കൊല്ലമായി പഞ്ചായത്ത് വന്നിട്ട്
അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയത് 1993 24th ഏപ്രിലാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഡേ അല്ലെങ്കിൽ പഞ്ചായത്ത് ഡേ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പഞ്ചായത്ത് ആദ്യമായിട്ട് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24th ആണ്. മെയിൻസിൽ സിലബസ് നോക്കുകയാണെങ്കിൽ GS2 കീഴിൽ വരുന്നു. നമ്മൾ ആദ്യമേ ഇതൊരു ഹിസ്റ്ററി നോക്കാം. പഞ്ചായത്ത് ഹിസ്റ്ററി നോക്കിയാൽ 1952 ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് 1957 ബാൽവന്ത് റായ് മേത്ത കമ്മിറ്റി 3-tier പഞ്ചായത്ത് രാജ് കൊണ്ടുവരണം 1957. അതിനുശേഷം 1977 അശോക് മേത്ത കമ്മിറ്റിയുടെ കീഴിൽ 2-tier പഞ്ചായത്ത് രാജ് വേണമെന്ന് പറയുകയുണ്ട്, റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നീട് GVK റാവുയുടെ കീഴിൽ റെഗുലർ ഇലക്ഷൻസ്. പിന്നീട് 1986 LM സിംഗ്വി കമ്മിറ്റിയുടെ കീഴിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കണമെന്ന് റിപ്പോർട്ടുകളുണ്ടായി. പിന്നീട് അവസാനമായിട്ട് 1993 73rd, അതായത് 1992 73rd അമെൻമെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് പാസ്സായി. 93 അത് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 1993 24th ഏപ്രിലിൽ നമ്മുടെ പഞ്ചായത്ത് ഡേ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പം 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് 1992 കീഴിലാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ പോയിന്റ് അതാണ്. 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 1992 പഞ്ചായത്ത് രാജ് വരുന്നത്. 24th ഏപ്രിൽ 1993 ആദ്യമായിട്ട് ഫോഴ്സിൽ വരുന്നത്, അതായത് നിലവിൽ വരുന്നത്. അമെൻമെന്റ് ചെയ്തെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നിലവിൽ വരുന്നത്. ഈ അമെൻമെന്റ് പാർട്ട് 9 എന്ന് പറഞ്ഞൊരു പാർട്ട് കൊണ്ടുവന്നു. മാത്രമല്ല 11th ഷെഡ്യൂളും കൂടെ കൊണ്ടുവന്നു. അതിൽ പഞ്ചായത്തുകൾ ചെയ്യേണ്ട ഫങ്ഷൻസും, അതായത് 29 ഫങ്ഷൻസ് നമ്മുടെ 11th ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്. ചിലത് മാൻഡറി ആയിട്ടുള്ള ഫങ്ഷൻസും ചിലത് ഇൻവോൾണ്ടറി ആയിട്ടുള്ള ഫങ്ഷൻസും. പിന്നെ ഇന്ത്യ സ്റ്റേറ്റിന് പിന്നെ മാത്രമല്ല, ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദി ഇലക്ഷൻ പ്രോസസ് ഇൻ PRIs വിൽ ബി ഹെൽഡ് ഇൻഡിപെൻഡന്റ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് സ്റ്റേറ്റിന് വേണമെങ്കിൽ നടത്തിയാൽ മതി, ഇല്ലെങ്കിൽ നടത്തില്ല, അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത്. പകരം നിർബന്ധമായിട്ടും ഇലക്ഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റിന് ഒരു പങ്കുമില്ല, പക്ഷെ ഇലക്ഷൻ നടന്നേ പറ്റൂ. ആ രീതിയിലാണ് ഇവിടെ PRIs സെറ്റ് ചെയ്തതാണ്. മാത്രമല്ല ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ജസ്റ്റിഫിക്കൽ പാർട്ടായിട്ട് തന്നെ മാറ്റിയിരിക്കുന്നു. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആരുടെയും വില്ലിനനുസരിച്ചോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ വില്ലിനനുസരിച്ചോ സെൻട്രലിന്റെ വില്ലിനനുസരിച്ചോ പഞ്ചായത്തുകളെ മാറ്റാൻ പറ്റൂല. മാത്രമല്ല നമ്മുടെ ഇറ്റ് ആഡഡ് പ്രൊവിഷൻ ഫോർ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ വീക്കർ സെക്ഷൻസ്, regular flow of fund through the state finance commission and periodic conduct of election. So കറക്റ്റ് നമ്മൾ നോക്കുന്നത് റിസർവേഷൻ ആയിട്ടുള്ളതാണ്. ഇവിടെ വുമൻസിന് റിസർവേഷൻ വീക്കർ സെക്ഷൻസ്, അതായത് വുമൻസിന് 1/3 റിസർവേഷൻസ് വരെ നമ്മുടെ പഞ്ചായത്തുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവിലൊരു സ്റ്റാറ്റസ് നോക്കിയാൽ 660 ഡിസ്ട്രിക്ട്സ്, 6,836 ബ്ലോക്ക്, 2,55,479 ഗ്രാമപഞ്ചായത്തുകൾ എല്ലാം നിലവിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിലുണ്ട്. അതായത് ഈ പഞ്ചായത്ത് വന്നതിലൂടെയാണ് പൊളിറ്റിക്കൽ ഡീസെൻട്രലൈസേഷൻ ആദ്യമായിട്ട് നമ്മളിവിടെ നടക്കുന്നത്. പക്ഷെ എങ്കിലും വളരെ സ്റ്റിൽ ലാക്കുണ്ട്. പല ഫങ്ഷൻസും പല പവേഴ്സും അവർക്ക് ലാക്കുണ്ട്. ആ വീക്കർ സെക്ഷൻസ്, നമ്മുടെ റിസർവേഷൻ എന്ന് പറയുമ്പോൾ വീക്കർ സെക്ഷൻസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആർട്ടിക്കിൾ 243D കീഴിൽ പ്രത്യേകം പറഞ്ഞു, നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ഓൾ സീറ്റ് അറ്റ് ഓൾ ലെവൽ ഷാൽ ബി റിസർവ് ഫോർ ദി വുമൻസ്. വീക്കർ സെക്ഷൻസിന് വുമൻസിന് പ്രത്യേക റിസർവേഷൻ കൊടുക്കണം. പക്ഷെ വുമൻസിന് 1/3 റിസർവേഷൻ എങ്കിലും നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. നോട്ട് ലെസ് ദാൻ 1/3 എന്ന് പറയുന്നത്. പക്ഷെ പല സ്റ്റേറ്റുകൾ, അതായത് 20 സ്റ്റേറ്റുകൾ, ബീഹാർ, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, അങ്ങനെ പല പല സ്റ്റേറ്റുകളും 50% വരെ വുമൻസിന് റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ് തന്നെയാണ്. ജസ്റ്റ് നമ്മുടെ ആർട്ടിക്കിൾ ഉള്ളത് കൊണ്ട് എടുത്തിട്ട് വെച്ചതെന്നുള്ളൂ. മാത്രമല്ല നിലവിൽ ഇന്ന് 32 എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്.
അതിൽ 14.5 ലക്ഷവും വുമൻസ് ആണ്. 32 ലക്ഷത്തിൽ 14. അതായത് 14.5% നമ്മുടെ സ്ത്രീകളാണ്. പിന്നെ മൊത്തത്തിലുള്ള ഇലക്ടറൽ റെപ്രസെന്റേറ്റീവിൽ 19% ആർ ഫ്രം ഷെഡ്യൂൾ കാസ്റ്റ്, 12% നമ്മൾ ഷെഡ്യൂൾ ട്രൈബ്സ് ആണ്. 14% വുമൻസ്, 14.5 ലക്ഷം വുമൻസ്, പിന്നെ 19% ഷെഡ്യൂൾ കാസ്റ്റ്, 12% ഷെഡ്യൂൾ ട്രൈബ്സ്. പിന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ആർട്ടിക്കിൾ 243I ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ മീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നേക്കുന്നത്, നിലവിൽ വന്നേക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ റിവ്യൂ ചെയ്യണം പഞ്ചായത്തിന് എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എന്തൊക്കെയാണ്, എത്ര ടാക്സ് ഡെവല്യൂഷൻ കൊടുക്കണം, അതായത് എത്ര രൂപ പഞ്ചായത്തിന് കൊടുക്കണം, അവർക്കുള്ള ഫണ്ടുകൾ, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ആണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഉള്ളത്. പിന്നെ പഞ്ചായത്തുകൾ എന്താന്ന് വെച്ചാൽ പീപ്പിൾ പ്ലാൻ ക്യാമ്പയിൻ 1996 ഓഫ് കേരള വേർ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രോമിസ് ടു ഡെവലപ്പ് പല ഫണ്ടുകളുടെ കാര്യം, പല മിനിസ്റ്റർ ഓഫ് പഞ്ചായത്ത് രാജിന്റെ കീഴിൽ വരുന്ന പല പോളിസികളാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ഇതെല്ലാം വായിച്ചു നോക്കിയാൽ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഇന്നിപ്പം പഞ്ചായത്ത് രാജിൽ വരുന്ന ചലഞ്ചുകൾ നോക്കിയാൽ ഒന്ന് റെപ്രസെന്റേഷൻ, ഒന്ന് ഗവർണൻസ്. റെപ്രസെന്റേഷൻ നമ്മൾ വുമൻസിന്റെ ഇപ്പം നമ്മൾ കണ്ട പോലെ വുമൻസ് ഉണ്ട്, വീക്കർ സെക്ഷൻസ് ഉണ്ട്, എങ്കിലും ഇപ്പോഴും പല സ്ഥലത്തും ഒരു സെക്ഷൻ തന്നെ തഴഞ്ഞിട്ടേക്കുന്ന പോലെ നമുക്ക് പല സ്ഥലത്തും തോന്നുന്നുണ്ട്. അപ്പം ആ ഒരു റെപ്രസെന്റേഷൻ കുറച്ചും കൂടെ കൂട്ടാൻ നമ്മൾ ശ്രമിക്കാം. മാത്രമല്ല ഗവർണൻസ്, അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് അഡ്മിനിസ്ട്രേഷൻ ഫ്രീഡം, അല്ലെങ്കിൽ അവർക്കുള്ള ഗവർണൻസ് ഫ്രീഡം കൊടുക്കാൻ ഇന്നും നിലയിൽ വന്നിട്ടില്ല. അവിടെ നമ്മൾ വളരെ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഗവർണൻസിന്റെ ആയാലും റെപ്രസെന്റേഷൻ്റെ ആയാലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവേണ്ട അവസ്ഥയുണ്ട്. ഇതാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്ത് രാജ് നേരിടുന്ന ചലഞ്ചുകൾ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. Consider the following statement. At present, there are around 3.2 million elected representatives in Panchayat in the country, of which more than 50% are women. 73rd Constitutional Amendment Act added the 11th schedule to Constitution with 29 subjects for Panchayat. 24th April is celebrated as Panchayat Raj Divas in India. ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു, ഇത്രയും കറക്റ്റ് ആയിരുന്നു. ഓക്കെ, 50% അല്ല. അറ്റ് പ്രസന്റ് ഇത് കറക്റ്റാണ്. 2.2 മില്യൺ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ് പഞ്ചായത്തിലുള്ളത്. പക്ഷേ അതിൽ 50% അല്ല, 14.7 lakhs ഉള്ളൂ. സോ അത് തെറ്റാണ്. ഇത് നമുക്ക് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ടിന്റെ കീഴിലാണ് പഞ്ചായത്ത് വന്നത്. 24th April 1993 ആണ് പഞ്ചായത്ത് ദിവസം സെലക്ട് ചെയ്യുന്നത്. സോ 2 and 3 is correct. Thank you for listening.